കുഞ്ഞു വൈഷ്ണവിക്കുട്ടിയുടെ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു വൈഷ്ണവിക്കുട്ടിയുടെ പ്രയറോടുകൂടി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓവർ ടു വൈഷ്ണവി. കൽക്കരിക്കട്ടയെ സ്നേഹിച്ചു സ്നേഹിച്ചു പൊന്നാക്കി മാറ്റിയ സർവേശ്വര, ഈ കൊച്ചു പൂക്കളെ എന്നും തലോഴിനി വിശ്വപ്രശോഭിതമാക്കണമേ, വിശ്വപ്രശോഭിതമാക്കണമേ. കൽക്കരിക്കട്ടയെ സ്നേഹിച്ചു സ്നേഹിച്ചു പൊന്നാക്കി മാറ്റിയ സർവേശ്വര, ഈ കൊച്ചു പൂക്കളെ എന്നും തലോടിനി വിശ്വപ്രശോഭിതമാക്കണമേ, വിശ്വപ്രശോഭിതമാക്കണമേ. താങ്ക് യു വൈഷ്ണവി. മനോഹരമായ ഒരു പ്രാർത്ഥനാ ഗാനമായിരുന്നു. അതും ഒരു കുട്ടിയിൽ നിന്ന് ഇന്ന് കേൾക്കാൻ സാധിച്ചത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോവാം നമുക്ക്. എ വാം ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു പ്രസന്റ് ഹിയർ. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കുട്ടിത്തം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ചിൽഡ്രൻസ് ഡേ വിഷസ്. അപ്പൊ എന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് നിങ്ങളെയൊക്കെ വെൽക്കം ചെയ്യുക എന്നുള്ളതും നമ്മുടെ സ്പീക്കറെ പരിചയപ്പെടുത്തുക എന്നുള്ളതുമാണ്. അതിനു മുമ്പായിട്ട് ഈ ഈ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് ഒരു 2 വാക്ക് പ്രചോദനയെ പറ്റി പറഞ്ഞോട്ടെ. പ്രചോദനയുടെ 2nd ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്തത്. ഈ പാരന്റിങ് വെബിനാർ, മന്ത്ലി പാരന്റിങ് വെബിനാർ. ഇതിന്റെ 6th എപ്പിസോഡാണ് ഇത് കാണുന്നത് നമ്മൾ. പിന്നെ വേറൊരു മന്ത്ലി പ്രോഗ്രാം നമുക്കുണ്ട്. അത് പ്രചോദന ഇൻസൈറ്റ് ഹൗസ് ആണ്. അതും എല്ലാ മാസവും ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നടത്തുന്നതായിരിക്കും. പുറത്തുനിന്ന് സ്പീക്കർ വിളിച്ചിട്ടാണ് നമ്മൾ അതും ഓർഗനൈസ് ചെയ്യുക. പിന്നെ അടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബുക്ക് ക്ലബ്ബാണ്. അത് ബുക്കിനെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ബുക്ക് വായിക്കാൻ സമയമില്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണത്. അതിന്റെ 8ാമത്തെ ബുക്കിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് പറയാനായിട്ട് വളരെയധികം സന്തോഷമുണ്ട്. അത് പ്രചോദനയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു 3 ലെവൽ പ്രോഗ്രാംസ് ആണ്. അതിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എൻറിച്ച് യുവർ സെൽഫ് വിത്ത് ലയൺ ആറ്റിറ്റ്യൂഡ്. അതൊരു 3 days വർക്ക്ഷോപ്പാണ്. അതുപോലെ സെക്കൻഡ് ലെവല് എൻറിച്ച് യുവർ സെൽഫ് വിത്ത് ലൈഫ് സ്കിൽസ്. അതൊരു 6 days പ്രോഗ്രാം ആണ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇനി 3rd ലെവല് ഞങ്ങൾ ജാനുവരിയിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് എൻറിച്ച് യുവർ സെൽഫ് വിത്ത് ഡയമണ്ട് എൻഡുറൻസ് എന്നുള്ളതാണ് 3rd ലെവല്. അത് ജനുവരി 2022 ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ഇനി എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ നിസ്സാരമാണ്. പ്ലേ ടുഗദർ, പ്രേ ടുഗദർ ആൻഡ് ഈറ്റ് ടുഗദർ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. അത് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ആഴത്തിൽ നമ്മൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ കൗൺസിലിംഗ് സെന്ററിലൊക്കെ കുട്ടികളെ കൊണ്ട് വരുന്ന ആൾക്കാർ പറയുന്ന ഒരു സ്ഥിരം കുറച്ച് കാര്യങ്ങളുണ്ട്. 1, പറഞ്ഞാൽ അനുസരിക്കില്ല. 2ാമത് TV അല്ലെങ്കിൽ മൊബൈൽ അഡിക്റ്റ് ആണ്. അതുപോലെ തന്നെ ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കില്ല. പിന്നെ അവസാനം ഒന്നും പഠിക്കുകയില്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് കംപ്ലൈൻസ് ഒക്കെ ആയിട്ട് പറഞ്ഞിട്ട് വരിക. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവരുടെ ചോദ്യം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞനുസരിക്കുന്നില്ല. ഒരു എക്സാമ്പിൾ എടുക്കാം. പറഞ്ഞനുസരിക്കില്ല എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എത്ര കാര്യങ്ങൾ ഒരു ദിവസം പറഞ്ഞനുസരിക്കില്ല? അപ്പൊ ചിലര് പറയും 10, 5 എന്നൊക്കെ പറയും. ഒരു എക്സാമ്പിളിന് നമ്മൾ 10 എടുക്കാം. അപ്പൊ ചോദിക്കുക എത്ര കാര്യങ്ങൾ നിങ്ങൾ ഒരു കുട്ടിയോട് പറയും ഒരു ദിവസം? അതൊരു 10-20 കാര്യങ്ങൾ പറയും. അതിൽ എത്ര എണ്ണം പറഞ്ഞനുസരിക്കില്ല? 10 എണ്ണം. പക്ഷെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ 10 എണ്ണം അനുസരിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ബാക്കി 10 അനുസരിക്കുന്നതിന് നമ്മൾ എപ്പോഴെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? അപ്പം മിക്കവരുടെ ആൻസർ അത് ഇല്ല എന്നായിരിക്കും. പിന്നീട് വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും കൂടി ഈ കുട്ടിക്ക് പറഞ്ഞനുസരിക്കാത്ത കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യും. അത് കുട്ടി കേൾക്കും. പിന്നെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഉണ്ടെങ്കിൽ അവരും ചർച്ച ചെയ്യും കുട്ടിക്ക് അനുസരണമില്ല എന്നുള്ളത്. അതുപോലെ തന്നെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ ഇവനെ ഒന്നും പറഞ്ഞനുസരിക്കില്ല, ഒന്നും പഠിക്കില്ല, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നല്ലതുണ്ടെങ്കിൽ അതൊന്നും പറയില്ല നമ്മൾ. അപ്പൊ ഇങ്ങനെ പറയുമ്പം അവിടെ എന്താണ് വൈബ്രേഷൻ നടക്കുന്നത്? ഒരു നെഗറ്റീവ് വൈബ്രേഷനാണ് നടക്കുന്നത് അവിടെ. അപ്പൊ ഇവനനുസരിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് അവിടെ വൈബ്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്.
ആക്ച്വലി എന്താണ് ഈ പേരൻസിന് വേണ്ടത്? കുട്ടി പറഞ്ഞാൽ അനുസരിക്കണം, അല്ലെങ്കിൽ കുട്ടി പഠിക്കണം എന്നുള്ളതാണ് കുട്ടി വേണ്ടത്. പക്ഷെ അതുകൊണ്ട് തന്നെ അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്, റിയാലിറ്റി ദേ വോണ്ട് ഇറ്റ് ഈസ് ദേ ക്രിയേറ്റ്. അപ്പൊ അതെന്താന്ന് വെച്ചാല് ഈ കുട്ടി പഠിക്കണം അല്ലെങ്കിൽ കുട്ടി പറഞ്ഞനുസരിക്കണം, അതാണ് റിയാലിറ്റി അവർക്ക് വേണ്ടത്. പക്ഷെ ഹൈലൈറ്റ് ചെയ്യുന്നത് എപ്പോഴും കുട്ടി പഠിക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടി അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രൈ ടു ക്രിയേറ്റ് ദ വൈബ്രേഷൻ ഓഫ് ദ റിയാലിറ്റി യു വാണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ട റിയാലിറ്റി? കുട്ടി പറഞ്ഞാൽ അനുസരിക്കണം എന്നുള്ളതാണെങ്കിൽ അതാണ് ആ വീട്ടിൽ വൈബ്രേറ്റ് ചെയ്യാൻ പോകേണ്ടത്. കാരണം അവൻ പറയുന്ന കാര്യങ്ങൾ, അനുസരിക്കുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുകയും മറ്റേനെ നമ്മൾ മറ്റേലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുകയും അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ പോസിറ്റീവ്സ് ഹൈലൈറ്റ് ചെയ്താൽ മാത്രമേ അവിടെ പോസിറ്റീവ് വൈബ്രേഷൻ ആ വീട്ടിലുണ്ടാവുള്ളൂ. കുട്ടി അല്ലെങ്കിൽ എന്താണ് പറഞ്ഞനുസരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ അങ്ങോട്ട് പോകും. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? കുട്ടി എന്തുകൊണ്ട് പറഞ്ഞനുസരിക്കുന്നില്ല എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കണമെങ്കിൽ അവനായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അവിടെയാണ് ഇന്നത്തെ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പ്ലേ ടുഗദർ, പ്രേ ടുഗദർ, ഈറ്റ് ടുഗദർ. ഇതൊക്കെ ഇന്ററാക്ഷൻ ഉള്ള സമയമാണ്, അല്ലാണ്ട് ആ കാര്യങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് അല്ല. അവിടെ കുട്ടിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടന്റ്. അപ്പം ഞാൻ അതിന്റെ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ടോപ്പിക്കിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് ഇന്ന് മിസ്റ്റർ സഹീർ കുമാർ. അപ്പം അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നുമല്ല, ഹീസ് എ ഫ്രെഡ്. ഞങ്ങളുടെ വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്തവർക്കറിയാം ആരാണ് ഫ്രെഡ് എന്നുള്ളത്. ഹീസ് റിയലി എ ഫ്രെഡ്, ആൻ ഓർഡിനറി മാൻ വിത്ത് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് വിതൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. ഇത് പല ആൾക്കാരും പറഞ്ഞ് ഞങ്ങൾ കേട്ടതാണ്, അല്ലാതെ എൻ്റെ അനുഭവത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ളവർ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൂടാതെ ഹീസ് എ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് and hypnotherapist, then director Excelled and member of Kerala Counselors Forum. പിന്നെ നിംഹാൻസ് ബാംഗ്ലൂരിൽ നിന്ന് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ അറ്റ് പേഴ്സൺ ഹി ഈസ് പെർസ്യൂയിങ് ആൻ ഇന്റഗ്രേറ്റഡ് MPhil and PhD from the University of MLCU. Prachodhana is very happy to welcome you, Mr. Sahir Kumar, and all participants for today's webinar. We are very eager to hear from you. Over to Sahir sir. Thank you. Audible ആണോ? Audible. Am I audible? Yes, yes. Clear അല്ലേ? Yes, yes. Okay. അപ്പൊ ഇന്ന് നമുക്ക് ഇന്നത്തെ ദിവസം സെലക്ട് ചെയ്യാനായിട്ട് തെരഞ്ഞെടുത്തതിൽ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇന്ററാക്ഷൻ? ചാറ്റിങ്ങിലൂടെയാണോ അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കുന്നതാണോ? എന്താണ് ഒരു ആലിസ് ഉഷ മാം, എന്താ അതിന്റെ ഒരു നല്ലത്? ജസ്റ്റ് ഒരു ഇനീഷ്യലി ഒരു ഇന്ററാക്ഷൻ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താ? ഇന്നത്തെ അതെ അതെ ചിൽഡ്രൻസ് ഡേ ആണ്. ഈ ചിൽഡ്രൻസ് ഡേ ആരുടെ ജന്മദിനമാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, താങ്ക് യു. ഞാനപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ജവഹർ എന്നുള്ള വാക്കിന്റെ മീനിങ് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല? എനിബഡി? സമ്മാനമൊക്കെ പ്രചോദനം വാങ്ങിച്ചോളേ, ഞാൻ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുള്ളൂ. സമ്മാനങ്ങൾ അവിടെ നമുക്ക് ഓഫ്ലൈൻ എന്തെങ്കിലും വെക്കുമ്പോ നമുക്ക് സമ്മാനം കൊടുക്കായിരിക്കും അല്ലേ? ഒരു രത്നമല്ലേ സാറേ? ഒരു രത്നമല്ലേ? ഒന്ന് നോട്ട് ചെയ്യണേ. ജവഹർ എന്ന് പറഞ്ഞാൽ ജ്വൽസ് എന്നാണ്. ജ്വൽസ്. അപ്പോ അതല്ലാണ്ട് ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ. വേറൊരു ഡേ ഇന്റർനാഷണലി പറയുന്ന ഒരു ഡേ ആണല്ലോ, ഡയബറ്റിക് ഡേ. അപ്പൊ എനിക്ക് ഈ ക്ലാസിന്റെ അവസാനത്തെ എപ്പോഴെങ്കിലും ഈ ടൈപ്പ് 2 ഡയബറ്റിക്കിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഉഷാ മാം ഒന്ന് എപ്പോഴെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു നോക്കണം. കാരണം എന്താണെന്നറിയാവോ? ഇതില് നമ്മൾ 3 കാര്യങ്ങളാണ് ടുഗദർ എന്ന് പറഞ്ഞു കൊടുത്തേക്കണം. അതെന്തൊക്കെയാണ്? ഇന്നത്തെ ടോപ്പിക് നമുക്ക് അവരോടും കൂടി ചോദിച്ചു നോക്കാമല്ലോ. ആരെങ്കിലും ഒരാൾ പറഞ്ഞു ഇന്നത്തെ ടോപ്പിക് എന്താന്ന്? Play together, pray together and eating together. അതിന്റെ കൂട്ടത്തില് എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യണം തോന്നുന്നു.
അതിലൊന്ന് ഉറങ്ങാൻ ഒന്നിച്ച് കിടക്കണം എന്നുള്ളതാണ്. 2 നമുക്കൊരു വ്യായാമം എക്സസൈസും ഒന്നിച്ച് തുടങ്ങാം എന്നുള്ളതാണ്. അപ്പൊ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്താൽ കൊള്ളാമെന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസും, അല്ലെങ്കിൽ ഞാൻ ഇതിലൂടെ ചേർന്ന് പറഞ്ഞു പോകുമ്പോൾ എൻ്റെ ബാല്യകാലമൊക്കെ ചേർത്തായിരിക്കും പറഞ്ഞു പോവുക. അപ്പം ഞാൻ ഒരു അന്തരീക്ഷം, നമ്മൾ ഈ ടോപ്പിക്ക് മനസ്സിലേക്ക് വരുമ്പോൾ മുഴുവനും ഒരു കുടുംബാന്തരീക്ഷമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം എന്താ, നർച്ചറിങ് ആൻഡ് മെയിൻ്റനൻസ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഈ നർച്ചറിങ് കൂടുതൽ നടക്കപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ വീടുകളിലുള്ളിൽ തന്നെയാണ്. ഇനി എനിക്ക് 1-2 കാര്യങ്ങളും കൂടി നമുക്ക് ആമുഖമായിട്ട് എനിക്ക് നിങ്ങളോടൊന്ന് അറിയേണ്ട ഒരു കാര്യം. ഇപ്പോ ലോക ജനസംഖ്യ എത്രയാണ്? സർ 7.1 ബില്യണിന്റെ അടുത്ത്. 7 ബില്യൺ. അതൊന്ന് കോടിയാക്കി എന്ന് പറഞ്ഞു കൊടുത്തേ വിക്രം. എത്ര കോടിയാ? 1 ബില്യൺ 7,000 കോടിയല്ലേ സർ? 700 കോടി. 7.9 ആണെങ്കിൽ നമ്മൾ പറഞ്ഞത് 790 കോടി ആണ് ലോക ജനസംഖ്യ. അങ്ങനെയാണ് ഇന്ത്യയിലോ? 120 കോടി. 120 കോടി. കേരളത്തിലോ? 3 കോടി. 4 കോടിയുടെ അടുത്ത് താഴെ വരും. 3.something കോടി അല്ലേ? ഓക്കെ. ഇനി അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഒരു ജനസംഖ്യ, നമ്മളുടെ ഒരു ഇതിലായത്. ഇതിൽ ഞാൻ ഒരു സംഖ്യ പറഞ്ഞാൽ നിങ്ങളൊന്ന് കാൽക്കുലേഷൻ നടത്തുന്നത് നന്നായിരിക്കും. ഒരു കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളവരൊന്ന് കൂട്ടി നോക്കണേ. 1,52,052 365 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യാമോ? സംഖ്യ കേട്ടോ, ഇതൊക്കെ സമ്മാനം അവിടെ നിന്ന് വാങ്ങിച്ചോളണം കേട്ടോ. 1,00,000 എത്ര പറഞ്ഞ ഞാൻ? 1,52,052. 52,052. 1,53,000. സോറി, 1,53,052 ഡിവൈഡ് ചെയ്തോ? സാർ 500ന്റെ അടുത്താണ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയത്. ഒന്ന് നോട്ട് ചെയ്തോട്ടെ. ഓക്കെ. ഇനി ഒരു സംഖ്യ കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് ഇത്രയും ലക്ഷങ്ങളുടെ കണക്കാണല്ലോ പറയണ്ടേ. ഒരു സംഖ്യ കൂടി ഞാൻ പറയാം. 8,500 419 എഴുതിയിട്ടുണ്ട്. അടുത്തത് 8,500 365 വെച്ച് ഡിവൈഡ് ചെയ്യണം. 8,500 8,500 23.3. അപ്പം ഈ ക്ലാസ് കൊണ്ട് പ്ലേയിങ് പ്രേയിങ് ടുഗദർ എന്തെങ്കിലും പഠിച്ചില്ലെങ്കിലും നമുക്ക് മാത്സ് എങ്കിലും പഠിപ്പിക്കാമല്ലോ. പിന്നെ ഇവരുടെ കയ്യിലെ കുറച്ച് പൈസയും കളയും. ഓക്കെ. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി ചോദിച്ചു. എനിക്കൊരു കാര്യം കൂടി ഇനി അറിഞ്ഞാൽ മതി. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? വിവേക ബുദ്ധി. ഓക്കെ. ഒന്ന്. മനുഷ്യന് ചിരിക്കാൻ പറ്റും. മനുഷ്യൻ ചിരിക്കാൻ പറ്റും. അപ്പൊ ഈ കുരങ്ങന്മാരൊക്കെ ഇരുന്ന് ചിരിക്കല്ലേ അവര് നമ്മൾ ചിലപ്പോ പോകുമ്പോ കാണിക്കണം. എനിക്ക് ഉറപ്പില്ല കേട്ടോ അത് ചിരിക്കുകയാണോ എന്ന്. എന്നാലും നമുക്കതെങ്ങനെ നമ്മളെ പോലെ ആസ്വദിച്ച് ചിരിക്കില്ല എന്ന് വിചാരിക്കുക അല്ലേ? പിന്നെയോ? സാർ ഫ്യൂച്ചറിലേക്ക് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ആണോ? എന്നിട്ട് അതിനു വേണ്ടി പ്ലാൻ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാം. ൊക്കെ ഇത് തേടി വെക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് എനിക്ക് ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ കേട്ടോ. അതിനൊക്കെ മറുചോദ്യം ചോദിച്ചതുള്ളൂ ചിന്തിക്കാൻ വേണ്ടി. അത് ഒരു ഉത്തരം കൂടി നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. എന്തായിരിക്കും? ചാറ്റിൽ വന്നിട്ടുണ്ട് കോമൺ സെൻസ് ഇല്ല എന്നുള്ളത്. കോമൺ സെൻസ് ഉള്ളത് അവർക്കാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഭൂമിയുടെ അവസ്ഥ കാണുമ്പോ ഞാന് എനിക്കിതിൽ ഇൻട്രസ്റ്റ് ആവാൻ കാരണം ഉണ്ടല്ലോ. എനിക്ക് 2 ക്വസ്റ്റ്യൻ എന്റെ ലൈഫില് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുക എന്നുള്ളത്. ഞാൻ എവിടെ ക്ലാസ് എടുക്കാൻ പോയത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇന്നും ഞാനൊരു ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു കുട്ടികളുടെ കൂടെ. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, സെഷൻ. ഞങ്ങള് ചാച്ചാജിയുടെ തൊപ്പിയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു.
നമുക്ക് സമയവും താല്പര്യവും ഉണ്ടെങ്കിൽ ഒരു A4 ഷീറ്റ് നിങ്ങൾ നമ്മുടെ ക്ലാസ് തീരണേന് മുമ്പാണെങ്കിൽ ഒരു 5 മിനിറ്റ് മതി. നമുക്ക് അതുകൂടി ആവുമ്പോ ഈ പ്ലേ എന്താന്ന് നമുക്ക് കൂടി ഒന്ന് കളിക്കാലോ. A4 ഷീറ്റ് കറക്റ്റ് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ തൊപ്പി ഉണ്ടാക്കാവുന്നുള്ളൂ. A4 ഷീറ്റ് അടുത്തോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് എടുത്തൊക്കെ കയ്യിൽ വെച്ച് നമുക്ക് ആവശ്യവും സമയവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ചാച്ചാജിയുടെ തൊപ്പിയും കൂടി ഇന്ന് ഉണ്ടാക്കണം. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. പ്ലേയിങ് ടുഗദർ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ കൂടെ പ്ലേ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അവരെ പഠിപ്പിക്കാൻ എന്തെങ്കിലും കൂടി ഒന്ന് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കുമല്ലോ. അപ്പോ എന്നെ ചിന്തിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഈ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിൽ ഒരു വ്യത്യാസം, ഇപ്പൊ കോമൺ സെൻസിന്റെ കാര്യം പറഞ്ഞു. കോമൺ സെൻസ് വെച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം പറഞ്ഞുതരാം. ഒരു കുട്ടി എന്നോട് പറഞ്ഞത് മൃഗങ്ങൾ ആരും സൂയിസൈഡ് ചെയ്യാറില്ല എന്നാണ്. അത് ശരിയാണോ? ശരിയായിരിക്കാം. ശരിയായിരിക്കാം. നമ്മള് നേരത്തെ 1,52,000 നമ്മൾ 365 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോ എത്ര കിട്ടിയ ഉത്തരം? 419 എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ നോക്കിയില്ല. ഇന്ത്യയില് 2020 പെർ ഡേ സൂയിസൈഡ് ചെയ്ത കണക്കാണത്. ഒരു ദിവസം നമ്മുടെ ഇന്ത്യയിൽ കോമൺ സെൻസ് ഉള്ള മനുഷ്യർ ചെയ്ത അല്ലെങ്കിൽ അവര് ഉണ്ടാക്കി തന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് 419 പെർ ഡേ. 1,53,052. ഓക്കെ. ഇനിയോ ഈ സാക്ഷര കേരളം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രബുദ്ധതയോടെ പറയുന്ന, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ ആണ് നമ്മൾ നേരത്തെ 8,500 എത്ര വെച്ച് ഡിവൈഡ് ചെയ്തത്? 365 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോ കിട്ടിയ എത്രയായിരുന്നു വാല്യൂ? 23 പേര് നമ്മളുടെ കേരളത്തിൽ പെർ ഡേ നാഷണൽ ക്രൈം ബ്യൂറോയുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചപ്പോ ആ ലിസ്റ്റ് സ്റ്റഡി ചെയ്തപ്പം അതിൽ നിന്ന് വന്ന ഇതാണ്. നമ്മൾ പറഞ്ഞ കോമൺ സെൻസും ഞാൻ ആ കുട്ടി പറഞ്ഞ ഉത്തരവും എല്ലാം കൂടി ചേർത്ത് ഞാൻ വായിക്കുകയാണ്. എന്താണ് ഇതിന്റെ പുറകിൽ സംഭവിക്കുന്നത്? എവിടെയാണ് ഈ ലോകം കീഴടക്കാൻ എല്ലാ ശ്രമവും നടത്തുന്ന, പുറമേയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഡെയിലി മാറ്റം വരുത്തി കൊണ്ടിരിക്കുന്ന മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഇതെല്ലാം നമ്മൾ അന്വേഷിച്ച് ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ബാല്യകാലങ്ങളിലേക്ക് ചെന്ന് നിൽക്കും. എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസും ഒരുപാട് ചെന്നെത്തുമ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ 2 ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ അന്വേഷിച്ചത്. ഒരു ക്വസ്റ്റ്യൻ, എന്താണ് ജീവിതം എന്നുള്ളത് നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ എന്ത് മറുപടി വരും? എന്താണ് ജീവിതം? വാട്ട് ഈസ് ലൈഫ്? ഹലോ, ആരും മിണ്ടുന്നില്ല. എന്താ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മിണ്ടാത്തൊരു ക്വസ്റ്റ്യൻ. നമ്മുടെ മനുഷ്യന്റെ ലൈഫ് എക്സ്പെക്ടൻസി എത്ര വർഷം? കൂടിയിട്ടുണ്ട് അല്ലേ? ആവറേജ് ആയിട്ട് 70-71. ഓക്കെ, നമുക്കത് ഇച്ചിരി കൂട്ടിയെടുത്താലോ വിക്രം? നമ്മളെല്ലാരും കൂടി വന്ന സ്ഥിതിക്ക് നമുക്കൊരു 90-100 വല്ലതും പിടിച്ചാലോ? നമ്മൾ ആവറേജ് എടുക്കുമ്പോ 75 ആണെങ്കിൽ, അപ്പൊ നമ്മൾ ജീവിതം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഈ ജീവിതം ഭംഗിയായിട്ട് ഇനിയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോ അത് എന്നെ ചിന്തിപ്പിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ജീവിതം? ഈ ജീവിതത്തിൽ, അല്ലെ തിരിച്ചു ചോദിക്കാം, ഈ ജീവിതത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നമ്മളെല്ലാരും ജീവനോടല്ലേ ഇരിക്കണേ? എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞത് സ്വയം ജീവിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിവാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് ഏറ്റവും ഒരു വലിയ മഹാത്ഭുതം എന്ന് പറയുന്ന ഒരവസ്ഥ. നമ്മൾ ജീവനോടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്. അങ്ങനെയാണെങ്കിൽ എന്താണ്
നമ്മൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എന്താണ് ഈ ജീവിതം? ആർക്കെങ്കിലും പെട്ടെന്ന് പറയാമോ? മനസ്സിലാക്കിയതും ഇതിനൊരു ഇങ്ങനൊരു ആൻസർ എന്നുള്ളതെല്ലാം നമ്മളുടെ ജീവിത എക്സ്പീരിയൻസും നമ്മൾ മനസ്സിലാക്കിയതും ഇതെല്ലാം നമ്മൾ എന്തിനാ ചെയ്യേണ്ടത്? നമ്മൾ ഈ ക്ലാസ് ഒക്കെ നടത്തുന്നത് എന്തിനാ? നമുക്കൊന്ന് ചിന്തിക്കാനും നമുക്ക് കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും അല്ലെ, നമ്മുടെ മുന്നോട്ട് പോകുന്ന ആ യാത്രയെ സുഗമമാക്കാനൊക്കെയാണ് ഈ ക്ലാസ്സുകളെല്ലാം നമ്മളെ എംപവർ ചെയ്യുന്നത്. അപ്പോ എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ഈ ജീവിതം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ഒരു ഫുട്ബോൾ കളി ആണെന്ന് അറിയാണ്ട് കുറെ പേര് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കോച്ച് അവിടെ ചെന്നിട്ട് വിളിച്ചിട്ട് ഒരു ടൈം ഔട്ടിന് വിളിച്ചിട്ട്, മക്കളെ നിങ്ങൾ ആ ഒരു കാര്യം അറിയണം, ഇത് ഇത്ര മിനിറ്റ് ഈ കളിയുള്ളൂ. ഫുട്ബോൾ എത്ര മിനിറ്റാ ഉള്ളേ? 90 മിനിറ്റേ ഉള്ളൂ ഈ കളിയെന്ന്. നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ 75 മിനിറ്റ് അല്ലെങ്കിൽ 100 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും നമുക്ക് വേണ്ടേ? അങ്ങനെ ആ തിരിച്ചറിവിന്റെ കൂടെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും വേണ്ടേ? എന്താണ് ഈ ചിന്തയില് ആർക്കെങ്കിലും ഒരാളൊരു ഉത്തരം പറയാമോ ലൈഫിനെ കുറിച്ചിട്ട്? ഹലോ, ജീവിതത്തെ കുറിച്ച് വന്നപ്പോ നമ്മളെ കണക്കുകൂട്ടലെല്ലാം നടന്നെങ്കിലും ജീവിതത്തിന്റെ കാര്യം വന്നപ്പോ നമ്മളുടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ് എല്ലായിടത്തും, അല്ലെ? അപ്പോ ഞാൻ എന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ ജീവിതത്തിന് ഞാൻ എന്തിനാണ് എന്താണെന്ന് പറയുക, വൈ യു ആർ ഹിയർ എന്നൊരാളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്നോട് ഒരാൾ ചോദിച്ചാൽ എനിക്ക് 2 ഉത്തരം കിട്ടി. ഒന്ന് എന്താണെന്നറിയാവോ? ഒന്ന്, ഞാൻ എന്ന വ്യക്തിയുടെ ഒരു പൂർണ്ണത കൈവരിക്കലാണ്. ആ പൂർണ്ണതയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാനം കൊടുത്തു. നിങ്ങൾ പഠിച്ചു വലുതാവണമെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ അന്വേഷണങ്ങളിലൂടെ നിങ്ങൾ എത്താവുന്ന അറിവിന്റെ എൻലൈറ്റ്മെന്റ് എന്തോ സാക്ഷീകരണമോ, നിങ്ങൾ എന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ വന്നിട്ട് ഒന്നുമാകാതെ തിരിച്ചു വരുന്നത്. പലപ്പോഴും പ്രചോദനയുടെ ക്ലാസ്സുകൾ പലപ്പോഴും എംപവർ ചെയ്യണം, അല്ലേ? നമ്മളുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്താനുള്ളതാണ്. അപ്പോ അതാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്തം, നമ്മളെന്ന വ്യക്തിയുടെ പൂർണ്ണത. രണ്ടാമത്തെ ഉത്തരവാദിത്തമാണ് ഈ ക്ലാസിന്റെ ടോപ്പിക്കുമായിട്ട് ചേർന്ന് നിൽക്കണം. രണ്ടാമത്തെ ഉത്തരവാദിത്തം എന്താണെന്നറിയാവോ? ജീവിതം ഒരു റിലേ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. നമ്മളുടെ ഓട്ടം പൂർത്തിയാക്കിയിട്ട് നമ്മൾ ഈ ബാറ്റൺ കൈമാറുമ്പോൾ അത് പിടിക്കാനുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മളാലാവുന്നത് ചെയ്യുക. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഉത്തരവാദിത്തം. അപ്പൊ ആദ്യത്തെ ഉത്തരവാദിത്തം ജീവിതം എന്നതിനെ ഞാൻ നോക്കി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒന്ന്, ഞാനെന്നുള്ള വ്യക്തിയുടെ ഒരു പൂർണ്ണത കൈവരിക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കാവുന്നതും വായിക്കാവുന്നതും സെമിനാറുകളും പറ്റാവുന്നതെല്ലാം എന്നിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇതുപോലുള്ള ക്ലാസ്സുകളായാലും എല്ലാം നമ്മളിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും നമ്മളുടെ ചെറിയ ചെറിയ യാത്രകളും എല്ലാം ചേർന്നുള്ള നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കരുത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും നമ്മളിൽ വർക്ക് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഒരുപാട് പേരിലേക്ക് നമ്മളുടെ ഈ ഒരു എനർജിയും സ്നേഹവും എല്ലാം എത്തും. അപ്പോ ഒന്ന്, നമ്മളിൽ വർക്ക് ചെയ്യുക. രണ്ടോ, ഈ പറഞ്ഞ ബാറ്റൺ, നമ്മളുടെ ഓട്ടം കഴിഞ്ഞ് നമ്മളുടെ ഈ ഒരു പ്രകൃതിയും കോമൺ സെൻസ് ഉള്ള നമ്മളുടെ പ്രകൃതിയും പിന്നെ എന്താണ് നമ്മളുടെ അറിവും സ്വത്തും എല്ലാം നമ്മൾ കൈമാറാനായിട്ട് ഇത് പിടിക്കാനുള്ള ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം ആരാ? നമുക്ക് തന്നെയാണ്. അവിടെയാണ് ഈ നർച്ചറിങ് ആൻഡ് മെയിൻ്റനൻസ് എന്നുള്ള ഈ സീരീസിൽ എനിക്ക് തോന്നുന്നു 5ാമത്തെ ആണ് എന്റെ ടോപ്പിക് എന്ന് തോന്നുന്നത്, അല്ലേ? പ്ലേയിങ്, പ്രേയിങ്, ഈറ്റിംഗ് ടുഗദർ. അപ്പോ ഇനി നമ്മളുടെ കണക്കുകളും കൂടി ഒന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നോക്കിയേ. 2020 ഈ പറഞ്ഞ ഇത്രയും സാങ്കേതിക വിദ്യകളും എല്ലാ അറിവുകളും എല്ലാം നേടിയ, ഇപ്പം ഇന്ത്യയിലെ കണക്ക് തന്നെ 419 അതൊരുപാട് അറിവില്ലായ്മയൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചാൽ, ഇത്രയും അറിവുള്ള ഒരു സമൂഹത്തില് പെർ ഡേ 23 പേര് സൂയിസൈഡ് ചെയ്യുന്നു. ഈ സൂയിസൈഡ് ചെയ്യുന്ന ഇതിന്റെ റീസൺ നമുക്കൊന്ന് എടുത്താല്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേയിങ്, പ്രേയിങ്, ഈറ്റിംഗ് നടക്കുന്ന ആ സ്ഥലത്ത്
പ്രധാന ഒരു ഏരിയ. ഫാമിലി പ്രോബ്ലം, ഫെയിലിയർ ഇൻ എക്സാമിനേഷൻ, മെന്റൽ ഇൽനെസ്, ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻ, പിന്നെ ലവ് അഫെയർ, ഇങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പൊ നോക്കി, അതില് ഈ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികള് 4006 പേരാണ് ഫാമിലി പ്രോബ്ലം കൊണ്ട് മരിച്ചത് ഇന്ത്യയിൽ. ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. ഫെയിലിയർ ഇൻ എക്സാമിനേഷൻ 1129. നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്? ഒരു തലമുറയെ നമ്മളുടെ ഈ കൾച്ചറും ഈ സംസ്കാരവും പ്രകൃതിയൊക്കെ ഏറ്റുപിടിക്കേണ്ട ഒരു തലമുറ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കി. അവരുടെ അവസ്ഥ ഇന്ന് എന്താണ്? അപ്പോ ഇനി നമുക്ക് ഈ വിഷയങ്ങളെല്ലാം പാരന്റിങ് എന്നുള്ള ഒരു ഇതിലോട്ട് വരുന്നുണ്ടല്ലോ. നമ്മളുടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങള് ഒരുപാട് സ്കൂളുകളിൽ മക്കൾക്കൊപ്പം എന്നൊരു പ്രോഗ്രാം നടത്തിയായിരുന്നു. ഈ മക്കൾക്കൊപ്പം എന്നുള്ള പ്രോഗ്രാം നടത്തിയപ്പോഴാണ് നമ്മള് കുട്ടികളുമായിട്ട് കുറെ സംവദിക്കാനായിട്ടുള്ള അവസരം കിട്ടി. ഇന്നും ഞാൻ ആ കുട്ടികളോട്, ഇന്ന് ക്ലാസ് എടുത്ത കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്കൂള് തുറക്കണ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പം അവർക്ക് എങ്ങനെയെങ്കിലും തുറന്നാൽ മതി എന്നായി. വീട്ടിലെ നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തിലാണ് ഈ ടോപ്പിക്ക് ചെന്നെത്തി നിൽക്കുന്നത്. എന്താണ് നമ്മുടെ വീടിന്റെ അന്തരീക്ഷം? നമ്മൾ കൂടെയുണ്ടെങ്കിലും ഒപ്പമുണ്ടോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ കുട്ടികളുടെ കൂടെയുണ്ട്. ഒരു വീടിന്റെ ഉള്ളിൽ തന്നെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, അപ്പൂപ്പനും എല്ലാവരും ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ മനസ്സിലാക്കാനും കേൾക്കാനും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും നമുക്കാകുന്നുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ ഒപ്പം ഞാൻ എൻ്റെ എംഫിലിന് റിസർച്ച് സ്ലീപ്പാണ് എടുത്തത്. ഈ സ്ലീപ്പിന്റെ അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം കൂടി 3 കാര്യത്തിന്റെ കൂടെ ഉറക്കവും ഒന്നിച്ചാക്കാം എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തു. ഇന്നത്തെ ഡയബറ്റിക് ഡേയിൽ ടൈപ്പ് 2 ഡയബറ്റിക് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ചേർന്നുകൊണ്ട് വ്യായാമത്തിന്റെ ഒരു പ്രാധാന്യം, അതൊരു 5 മിനിറ്റ്സ് ഡോക്ടർ ഉഷ സംസാരിക്കുക. ഈ ഒരു അവസരത്തിൽ അതിന് പ്രാധാന്യം ഉള്ളതുകൊണ്ട് സംസാരിക്കണമെന്ന് ഒരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോ നമ്മളുടെ കുടുംബ അന്തരീക്ഷത്തിന്റെ എന്ത് ആണ് സംഭവിച്ചത്? ഈ കോവിഡ് കാലയളവില് നമ്മളുടെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതില് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് വന്നൊരു കേസ് നിങ്ങളോട് എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ ഡിസ്കസ് ചെയ്തത് ഒരമ്മ, അച്ഛൻ മരിച്ചുപോയി, 2 കുട്ടികളാണ്. മൂത്ത ആള് 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയത് 7ാം ക്ലാസ്. ആൺകുട്ടികളാണ് 2 കുട്ടികൾ. ഈ 12ാം ക്ലാസ്സുകാരന്റെ ഇപ്പോഴത്തെ അവസ്ഥ, 10 ദിവസമായിട്ട് പുള്ളി റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, കുളിച്ചിട്ടില്ല, ആ ഇട്ട ഡ്രസ്സ് എടുത്തുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. മൊബൈലില് അഡിക്ഷൻ. ഇനി ഇതിന്റെ എവിടെ നിന്നാണ് ഇതിന്റെ മാറ്റം തുടങ്ങിയതെന്നും പയ്യെ അന്വേഷിച്ച് ചെന്നപ്പോൾ 7ാം ക്ലാസ്സിൽ വെച്ചിട്ട് ICSE സിലബസിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് മാറ്റി. ഈ സ്റ്റേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോ ഈ കുട്ടിക്ക് ഈസി ആയിട്ട് തോന്നി. ഈസി ആയി തോന്നിയത് കൊണ്ട് എന്ത് ചെയ്തു? കുട്ടി പഠിക്കാനില്ല, എളുപ്പമാണെന്നും പറഞ്ഞുകൊണ്ട് TV കാണാൻ തുടങ്ങി. ഈ TV കാണല് കൂടി ഈ ശീലങ്ങൾ കുട്ടിയില് കണ്ടിന്യൂ ചെയ്തിട്ട് എന്തു പറ്റി? നമ്മുടെ പഠിത്തം എന്നുള്ള പ്രക്രിയയിലിട്ട് പുറകെ കുറഞ്ഞു. പിന്നെ അങ്ങനെ വന്ന് മൊബൈലിലോട്ടായി, മൊബൈൽ അഡിക്ഷനായി. ഇന്ന് ഒരു കുട്ടിയുടെ അവസ്ഥയാണ്, ഒരു അച്ഛനില്ലാത്ത, അച്ഛൻ മരിച്ചുപോയ ഒരു കുട്ടി, 6 മാസമായുള്ള അച്ഛൻ മരിച്ചിട്ട്. അതിന് അച്ഛൻ മരിക്കാൻ ഒരു റീസൺ, അച്ഛനൊരു അസുഖം ഉണ്ടായിരുന്നു. ഒരു റീസൺ ഈ കുട്ടിയുടെ ഈ ഒരു അവസ്ഥ, ആ കുട്ടി വീട്ടിലുണ്ടാകുന്ന ബഹളങ്ങൾ എല്ലാം ആണ്. അപ്പോ എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? അല്ലെങ്കിൽ എന്തായിരുന്നു നമുക്ക് വിട്ടുപോയതെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഈ നമ്മുടെ 2 ഉത്തരവാദിത്തങ്ങളില് ഒരു ഉത്തരവാദിത്തം എന്താന്ന് ഞാൻ പറഞ്ഞത് ഓർക്കണ്ടോ നോക്കട്ടെ. നിങ്ങൾ അതിനോട് അംഗീകരിക്കുന്നുണ്ടോ? ആ 2 കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്തിയ ആ 2 കാര്യങ്ങൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണതാണോ? അതിലെ 2ാമത്തെ കാര്യം എന്താ നമ്മൾ പറഞ്ഞേ? റിലേയില് ബാറ്റൺ കൈമാറാനുള്ള ഒരു തലമുറയെ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം.
ആ സൃഷ്ടിച്ചെടുക്കണതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പ്രചോദന ക്ലാസ്സുകൾ നമുക്ക് പാരന്റിംഗ് എന്ന് പറഞ്ഞ് നടത്തുന്നത്. ശരിയാണോ? നമ്മൾ ഈ കുട്ടികളെ നമ്മളുടെ വാർത്തെടുക്കുന്ന ഈ പ്രക്രിയയിൽ നമ്മൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയിൽ നമുക്ക് വേണ്ട ഒരു ഗുണം എന്താണ്? ഒരു വ്യക്തി വളർന്നു വരുമ്പോ അവൻ ഉണ്ടാകേണ്ട ഒരു ഗുണം എന്താണ്? ഒന്ന് പറയാമോ ആരെങ്കിലും? ക്യാരക്ടർ. ക്യാരക്ടർ. പിന്നെയോ? മാറ്റത്തിന് തയ്യാറാവണം. മാറ്റങ്ങൾക്ക് തയ്യാറാവണം. പിന്നെയോ? ആൾക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാ? ഒരാൾക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ ടോളറൻസ് വേണം. പിന്നെയോ? എന്താണ്? കേട്ടില്ല. വാല്യൂ സിസ്റ്റം ഉണ്ടാവണം. പിന്നെയോ? ഞാൻ അടുത്തിടെ ഒരു സിനിമ കണ്ടായിരുന്നേ. ആ സിനിമ ഞാൻ വെച്ചപ്പോഴേക്കും അതിന്റെ അവസാന രംഗത്തിലേക്ക് എത്തിയായിരുന്നു. അതില് ദൈവം പ്രത്യക്ഷപ്പെടുവാണ് ഒരു പയ്യന്റെ അടുത്ത്. എന്നിട്ട് ചോദിച്ചു, അത് കേട്ടെ, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇതില് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? മനുഷ്യരിൽ തന്നെയാണ് ദൈവം ഇരിക്കുന്നത്. മനുഷ്യരിലാണ് ദൈവം ഇരിക്കുന്നത്. പലപ്പോഴും കാണാറുണ്ട്. പലപ്പോഴും കാണാറുണ്ട്. അപ്പോ ഈ ദൈവം ആ സിനിമയില് ആ ദൈവം പ്രത്യക്ഷപ്പെടുവാണേ. ഈ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ പയ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ പയ്യൻ ചോദിക്കണതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട നിങ്ങൾ എന്ത് വരമായിരിക്കും ചോദിക്കുക? ഇപ്പൊ ചോദിച്ചോട്ടെ, ചിലപ്പോ ദൈവം കേൾക്കണ്ടെങ്കിൽ നടത്തി തരും. ആർക്കും ഒന്നും ചോദിക്കാനില്ല. എല്ലാം തികഞ്ഞവര്. അങ്ങനെ ആവാൻ വഴിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയലോക്കത്തെ വീട്ടിലൊക്കെ വെച്ച് 5 മിനിറ്റ് കൂടുതലിരുന്ന് ഓടിച്ചു വിടുവോ? ഞാന് പലപ്പോഴും നമ്മളിങ്ങനെ തമാശ പറയണം കേട്ടോ, ഞാൻ അങ്ങനെയൊക്കെ അല്ലാതെ ഉണ്ട് കേട്ടോ. ഞാൻ പറയുവാണേ, നമ്മുടെ ടോളറൻസ് എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സ്നേഹവും പൊസസീവ്നെസ്സും തിരിച്ചറിയണ പോലെ. അപ്പോ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് നമുക്കാർക്കും പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ ആ പയ്യനും പറഞ്ഞു, എന്തിനാണ് ദൈവം എനിക്കൊന്നും തരണ്ട? വിശ്വാസവും ആത്മവിശ്വാസവും പിന്നെന്താണ്, മറ്റുള്ളവരിലുള്ള വിശ്വാസവും സ്വന്തം വിശ്വാസവും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ധൈര്യം, യെസ് ദാറ്റ് ഇസ് എ വേർഡ്, ധൈര്യവും വിശ്വാസവും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഒരു വരം എന്ന് ചോദിച്ചത്? അപ്പോ ഇവിടെ നോക്കി, ഈ രണ്ട് ടേമില് ധൈര്യം, ഈ ധൈര്യം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് കുട്ടികൾക്ക്? ഈ വിശ്വാസം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്നു പോകുന്ന ഈ 2 ഏരിയകളില്, ഒന്ന് നമ്മളുടെ വീടുകളിലെ ഈ പ്ലേയിങ് ടുഗദർ എന്ന് പറയുന്ന, നമ്മൾ ഒന്നിച്ചിരുന്ന് ചേർന്ന് കളിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വീട്ടിലെല്ലാവരും ഇരുന്നിട്ടായിരിക്കും കളിക്കുമ്പോൾ ഞാൻ തോക്കുമ്പോൾ ഞാൻ അന്ന് ഒരുപാട് കരയുമായിരുന്നു. ആ കരച്ചിലും അപ്പൊ എന്നെ കളിയാക്കലും, അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു പല സന്ദർഭങ്ങളിലും നമ്മൾ പരാജയങ്ങൾ നേരിടുമ്പോൾ നമുക്ക് അതൊന്നും ഒരു പരാജയമല്ല, പക്ഷെ ആ കളി നമ്മൾ പഠിച്ച് വാശിയോടെ ജയിച്ച് വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാണ്ട് പോകുന്നത് എന്താണ്? ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസിന് കാരണം ഈ പറഞ്ഞ നമ്മുടെ കളികളിലൂടെയുള്ള പ്രശ്നങ്ങളാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പണ്ട് കളിച്ചിരുന്ന കളികളിൽ ഇന്ന് കളിക്കാത്ത കളികൾ ഏതൊക്കെയുള്ളേ? പണ്ട് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നതും വട്ടുകളി, കല്ലുകളി. ഞാന് രാജഗിരിയുടെ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസില് കുട്ടികളുടെ ADHD ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഞാൻ പങ്കെടുത്തായിരുന്നു. പിരിവിരിപ്പ് എന്ന് പറഞ്ഞ ഇതില്ലേ,
അവിടെ ഞാൻ അതിന് എതിർത്തുകൊണ്ട് ഒരു വിഷയം സംസാരിച്ചായിരുന്നു. ഞാൻ സംസാരിച്ചത് കുട്ടികളാണോ സ്പീഡ് കൂടിയത് അതോ നമ്മൾ സ്ലോ ആയതാന്നുള്ളതാണ്. ആർക്കാണ് മാറ്റം വന്നത്? നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ, അയൽവക്കങ്ങളില്, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇറങ്ങി ഇടപെട്ടിട്ട് ഒരു ധൈര്യം, ഇപ്പൊ ധൈര്യത്തിന്റെ കാര്യം പറഞ്ഞു, പിന്നെ വിശ്വാസം, ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മളുടെ ഈ പ്ലേയിങ് ആണെങ്കിലും ഈറ്റിംഗ് ആണെങ്കിലും പ്രേയിങ് ആണെങ്കിലും ടുഗദർ കൊണ്ട് ഒരു കുട്ടിയിൽ ഉണ്ടാകേണ്ടത്. അപ്പോ നമ്മൾ ഈ ഒന്നിച്ച് ചേർന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആത്മവിശ്വാസവും പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു കഴിവുകളും നമുക്ക് അവിടെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇന്ന് കുട്ടികൾക്ക് വീടിന്റെ, ഞാൻ ആ കോവിഡ് സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സുകളിൽ നിന്ന് അതിനു വേണ്ടിയിട്ട് ക്ലാസ്സിൽ എടുക്കുന്നതിന് മുമ്പ് ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് നടത്തിയപ്പം നമ്മളുടെ കുട്ടികള് ഒതുങ്ങിപ്പോയത് വീടുകളുടെ ഉള്ളിലാണ്. ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് നഷ്ടപ്പെട്ടു പോയി. അവർക്ക് പ്രശ്നങ്ങളെ നേരിട്ട് പരിചയമില്ലാണ്ടായി. ഞാൻ നമ്മുടെ ഉഷ ഡോക്ടറിന്റെ കഥ ഞാൻ എൻ്റെ ഭാര്യയും കുട്ടികളോട് ഒന്നിച്ചിരുന്ന കേട്ടത്. അന്ന് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആ അച്ഛൻ എടുത്ത ഒരു ഇനിഷ്യേറ്റീവ് പോലീസ് സ്റ്റേഷനിൽ പോകാനും പോയിട്ട് അതിനൊരു പരാതി കൊടുത്തിട്ട് തേടാനുള്ള ആ ധൈര്യം ജീവിതകാലത്തിൽ മൊത്തം നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റും. അപ്പോ നമ്മളുടെ കുടുംബത്തിലെ, നമ്മളുടെ അച്ഛന്റെ അമ്മയുടെയും ഒരു കുട്ടികളോട് ചേർന്നുള്ള ഒരു കളികളിലും എല്ലാം ഇവരുടെ വ്യക്തിത്വത്തിന് കാരണമാകും. ഇനി നമ്മുടെ ഇന്ത്യയിൽ ചിൽഡ്രൻ എന്ന് പറയുന്നത്, ഒരു ചൈൽഡ് എന്ന് പറയുന്നത് എത്ര വയസ്സാണ്? കുട്ടി എന്ന് പറയുന്നത്, ചിൽഡ്രന്റെ ഡെഫിനിഷൻ ഒരു ചൈൽഡ് എന്ന് പറയുന്നത് എത്രയാണ്? 12 years. 18 വയസ്സ് താഴെയാണ് ഇന്ത്യയില് ചൈൽഡിന്റെ ഡെഫിനിഷൻ കിടക്കുന്നത്. ചിൽഡ്രൻ എന്ന് പറയുന്നത് 18 വയസ്സും 18 വയസ്സിൽ താഴെ കുട്ടി എന്നുള്ളത്. അതിനിപ്പോ റിവൈസ് ചെയ്തായിരുന്നോ ഈ കേസൊക്കെ ആയിട്ട് വന്നിട്ട്? ഞങ്ങളുടെ മെഡിക്കൽ ടേംസിൽ 12 വയസ്സിന് താഴെ പീഡിയാട്രീഷ്യൻ അങ്ങനെയാണ് അത് പറഞ്ഞു കേട്ടോ. അതെ അതെ, അപ്പൊ ആ കോണ്ടെക്സ്റ്റിൽ കറക്റ്റ് ആണ്. പക്ഷെ നമ്മളുടെ ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു കുട്ടി എന്ന് പറയുന്നത്, അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മള് 18 വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് എത്ര വയസ്സിലാണ് നമ്മൾ വോട്ടവകാശം കിട്ടുക? 18 വയസ്സ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനോ? 18. അപ്പൊ എന്തുകൊണ്ടാണ് 18 വയസ്സ് വെച്ചത് എന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്ത് മറുപടി പറയും? 18 വയസ്സിലാണ് അവർക്ക് ആ ഒരു തിങ്കിങ് വരുന്നുള്ളൂ. സ്വന്തമായിട്ട് ലോജിക്കായിട്ട് ഒരു ഡിസിഷൻ ഒറ്റയ്ക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ എത്തിക്കാനായിട്ട് എടുക്കുന്ന ഒരു പീരീഡ് ആണ് എന്ത്? 18 വയസ്സ് എന്ന് പറയുന്നത്. 18 വയസ്സ്. അപ്പൊ ഈ 18 വയസ്സ് വരെയും നമ്മളുടെ കുട്ടികളുടെ വ്യക്തിത്വത്തിന് ഈ പറഞ്ഞ കാര്യങ്ങൾ സ്വാധീനിക്കും. ഇനി ഞാന് മനസ്സിലാക്കിയ ഒരു കാര്യം കേട്ടോ, ഈ 18 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ, അപ്പൊ ഒരു കുഞ്ഞ് ഒരു വീട്ടിലേക്ക് വന്നു. ആ വീട്ടിലേക്ക് വന്ന് അവൻ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ അപ്പൂപ്പന്റെയും എല്ലാ സ്വഭാവ ശൈലികളും അവരോട്, ആ കുട്ടീനോടുള്ള അവരുടെ പെരുമാറ്റങ്ങളിലൂടെ വളർന്നു വരുമ്പോ ആ കുഞ്ഞ് 18 വയസ്സാകുമ്പോ കുട്ടിക്ക് 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. 18 വയസ്സെത്തി ഒരു ഫുള്ളി ഫങ്ഷനിങ് ഇൻഡിവിജ്വൽ ആയിട്ട് പുറത്തിറങ്ങുമ്പോ 2 മെയിൻ കാര്യങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ പുള്ളിക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് എന്താണെന്നറിയാമോ? ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. 2, ആൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു ഇതായിട്ടുണ്ടാവും. അപ്പൊ ഇതിലാണ് അതിന്റെ അമിതമായ, മതത്തിന്റെ അമിതമായ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് മറ്റുള്ള മതങ്ങളെ നിഷിദ്ധിക്കാനും അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കാനും ചിന്തിക്കാനും കുട്ടികളിൽ ഒരു ചിന്ത മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കും. 2, ആ കുട്ടികളുടെ ഉള്ളിൽ നമ്മള് TAL ലൈഫ് പൊസിഷൻ എന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞ ആർക്കെങ്കിലും അറിയാവുന്നത്? TAL ലൈഫ് പൊസിഷൻസ് കേട്ടിട്ടുണ്ടോ? TA എന്ന് കേട്ടിട്ടുണ്ടോ? PSC അല്ലേ? PSC. ട്രാൻസാക്ഷൻ അനാലിസിസില് 4 ലൈഫ് പൊസിഷൻസ് പറയുന്നുണ്ട്. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനോഭാവം ഈ 4 വന്നു പെടും. അന്ന് എന്താണെന്നറിയാവോ? അത് തന്നെ. 1 I am okay, you are not okay എന്നായിരിക്കും.
ഒരു നമ്മൾ ഈ പറഞ്ഞ പാരന്റിങ്ങിലൂടെ നമ്മൾ ഈ പറയുന്ന ഇത്രയും ദിവസത്തെ കെയറിങ്ങും എല്ലാം നമ്മൾ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇതെല്ലാം എത്തി നിൽക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യത്തിനാണ്. ഏത്? ഒരു ലക്ഷ്യം എന്നിലൂടെയാണ്. നിങ്ങൾ ഇതിനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്റെ ജീവിതത്തിന് മൊത്തത്തിലൊന്ന് നോക്കിക്കണ്ടു, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് കണ്ടു. എന്റെ ലക്ഷ്യത്തിൽ ഒന്ന് ഞാൻ എന്ന വ്യക്തിയുടെ പൂർണ്ണതയാണെങ്കിൽ, രണ്ടാമത്തത് എന്റെ തലമുറയെ ഇതിന് ശേഷിപ്പെടുത്തുമ്പോ ആ ശേഷിപ്പെടുത്തുന്ന തലമുറ എത്തപ്പെടുന്നത് എവിടേക്കാണെന്നുള്ളതാണ്. അവരുടെ ഉള്ളില് നമ്മൾ എന്താണ് ആ അനുഭവങ്ങളിലൂടെ അവരുടെ രേഖപ്പെടുത്തി വിടുന്നതാണ്. ആ രേഖപ്പെടുത്തി വരുമ്പോ അവരിൽ ഉണ്ടാവുന്ന സെൽഫ്, ഈ TA വെച്ച് പറയുകയാണെങ്കിൽ, ട്രാൻസാക്ഷൻ അനാലിസിസ് വെച്ച് പറയുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? ഒരു വിഭാഗം ആൾക്കാർ എത്തുന്നത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നാണ്. പിന്നെ അടുത്തതോ I am not okay. You are ഐ ആം okay. നോട്ട് ഓക്കെ, യു You ആർ are ഓക്കെ. okay. അവിടെ എന്താണ്? നമ്മൾ എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് ഒരു ഇതിലോട്ട് മാറി. ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയില് നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് അവരുടെ ഉള്ളിൽ അകത്ത് കയറി ചെകഞ്ഞ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് അവരുടെ കോർ ബിലീഫ് എടുക്കും. ഈ കോർ ബിലീഫ് എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ കുഞ്ഞിന്റെ, ഒരു വ്യക്തിയുടെ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ പൂർണ്ണതയിലേക്ക് നമ്മളിലോട്ട് എത്താൻ പറ്റാണ്ട് നിൽക്കുന്നത്. അവിടെയാണ് ഒരു കാര്യം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിലോട്ട് പോവാം. കണ്ടീഷനിങ് എന്ന വാക്കിന്റെ കേട്ടിട്ടുണ്ടോ? അതിന്റെ മലയാള പദം അറിയാവോ? കണ്ടീഷനിങ്. കണ്ടീഷനിങ് മലയാളം ഇങ്ങനെ മയപ്പെടുത്തി എടുക്കാന്നല്ല. കണ്ടീഷനിങ് അല്ലെ? ഒരു പരുവാക്കി എടുക്കണ പോലെ, നമ്മള് സ്പൗസിനെ ട്രെയിൻ ചെയ്യണ പോലെയാണോ? കണ്ടീഷനിങ് അടിച്ചു നോക്കേണ്ടി വരും ഗൂഗിളില്. കണ്ടീഷനിങ്ങിന്റെ മലയാള പദം വ്യവസ്ഥീകരണം എന്നാണ്. അതിനേക്കാളും ഭേദം മറ്റത് തന്നെയാ. മയപ്പെടുത്തി എടുക്കുക എന്നുള്ളതാ. അപ്പോ ഈ വ്യവസ്ഥീകരിക്കപ്പെട്ടു പോണത്, വ്യവസ്ഥീകരിച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മള് ഒരാളെ ലേണിംഗ് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഈ ലേണിംഗ്, ഒരു വ്യക്തി എന്ന് പറഞ്ഞ ഈ പൊസിഷനിലേക്ക് ഒരു കുട്ടിയുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത അവന്റെ സെൽഫ് ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് നമ്മളുടെ ഈ വിഷയങ്ങൾ നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ അവരുടെ ജീവിത എക്സ്പീരിയൻസിലൂടെ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിലൂടെ, ടച്ചിലൂടെ, കെയറിലൂടെ, അവരോടൊപ്പം ഇരുന്ന് കളിക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഐ ആം ഓക്കെ, ഞാൻ ഈ സമൂഹത്തിന്, ഞാൻ ഈ ലോകത്തിന് വേണ്ടപ്പെട്ടവനാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു ഇത്. അപ്പൊ ഒരു പൊസിഷൻ പറയണത് എന്താണ്? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അടുത്തതോ ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും ശരിയല്ല, നീയും ശരിയല്ല, ഈ ലോകമേ ശരിയല്ല എന്നുള്ള എക്സ്പീരിയൻസിലോട്ട് കുഞ്ഞുങ്ങൾ എത്തുകയാണ്. ഇനിയും അതിലൊരു ഏറ്റവും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എത്തപ്പെടേണ്ട ഒരു പൊസിഷൻ എന്താണ്? ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ളതാണ്. ഞാനും നല്ലതാണ്, നീയും നല്ലതാണ്. ഈ ലെവലിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനാണ് ഈ പറഞ്ഞ പാരന്റിങ്ങിന്റെ ഒക്കെ, നമ്മൾ ഈ പറഞ്ഞ നർച്ചറിങ് ആൻഡ് മെയിൻ്റനൻസിന്റെ ഒക്കെ നമ്മളിലൂടെ, നമ്മുടെ ഈ ഭൂമിയിൽ വന്നതിന്റെ നമ്മുടെ ലക്ഷ്യമായിട്ട് വന്നു ചേർന്നിട്ടുള്ള നമ്മളുടെ അടുത്ത തലമുറയെ, നമ്മളുടെ മക്കളെ, നമ്മളുടെ മുന്നിലുള്ള യുവതലമുറയെ, കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തു കൊണ്ടുവരേണ്ടത് ഈ രീതിയിലേക്കുള്ള ചിന്താഗതിയിലേക്കായിരിക്കണം. ഇവിടെ പലപ്പോഴും നമുക്കറിയാം ഈ അക്കാദമിക് ഫോക്കസ് കൊടുത്തുകൊണ്ട്, ഇപ്പൊ ഒരു വിഷയം ഞാൻ പറഞ്ഞു ആ കുട്ടിയുടെ കാര്യത്തിൽ, അതെനിക്ക് ഒന്നല്ല, അടുപ്പിച്ച് 3 കേസാണ് ഇപ്പൊ എനിക്ക് വന്നത്. ഞാൻ എന്റെ ക്ലാസ്സുകൾ കേട്ട് കഴിയുമ്പോൾ ഇവരോട് നമ്പർ വാങ്ങിച്ചിട്ട് പയ്യെ വിളിച്ചിട്ട് ഒന്ന് കൗൺസിലിംഗ് ചെയ്യോ മോൻ. ഒരു വീട്ടിൽ എന്താണെന്നറിയോ, അവൻ ആ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മേനൊക്കെ പുറത്താക്കി, എന്നിട്ട് മൊബൈലുമായിട്ട് വീട്ടിൽ അതിന്റെ ഉള്ളിലിരിക്കുക. ആ കുട്ടി ഇപ്പൊ നേരെ അവിടെ കൗൺസിലിങ്ങിന് സ്കോപ്പ് ഉണ്ടോ ആലിസ് മാം? എന്താണ് അവിടുത്തെ കൗൺസിലിങ്ങിന്റെ നമ്മുടെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ? അവിടെ ആ കുട്ടിയെ നമുക്ക് കൗൺസിലിങ്ങിന് കൊണ്ട് സ്കോപ്പ് ഇല്ല ആക്ച്വലി. കാരണം എന്താണ്? കുട്ടി അത്രേ അഡിക്റ്റ് ആയിപ്പോയി. ഈ അച്ഛനും അമ്മയും നമുക്ക് അവരെ ഒന്ന് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവറിലേക്ക് മാറ്റാൻ പറ്റി. ഇനി
ഇപ്പൊ ആ കൊച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്വയം ചെയ്ത് എല്ലാവരോടൊക്കെ സ്നേഹത്തിലായി. രണ്ടാമത്തെ കുട്ടിയുടെ ഡിസിഷൻ എന്താണ് എടുക്കട്ടെ എന്ന് അവരോട് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി അവർക്കത് എടുക്കണം. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ അടുത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കൊല്ലം 1.5 കൊല്ലം എടുത്തൊരു കൗൺസിലിങ്ങിന് വന്ന ഒരു വിഷയമുണ്ട്. ഒരു കുട്ടി സോഷ്യൽ ഇന്ററാക്ഷൻ കുറവാണ്. നമ്മൾ പറഞ്ഞ ഈ പ്ലേയിങ് അല്ലെങ്കിൽ പ്രേയിങ് ഈറ്റിംഗ് ടുഗദർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരും എൻ്റെ ഒപ്പം ഉണ്ട് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി ഞാനും ചേർന്ന എല്ലാവരും കൂടി ചേർന്നതാണെന്ന് ഈ ലോകം എന്നുള്ള പോലെ അതില് ഈ കുട്ടിക്ക് സോഷ്യൽ ഇന്ററാക്ഷൻ പേടിയാണ് എല്ലാത്തിനും. അങ്ങനെ ഈ കുട്ടീനെ സംസാരിച്ചു പയ്യ കുട്ടിയായിട്ട് കുറച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പം അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അമ്മയാണ് എൻ്റെ അടുത്ത് വന്ന് ഈ അമ്മയായിട്ട് സംസാരിച്ച് വന്നപ്പോ മനസ്സിലായി അച്ഛന്റെ അടുത്തു നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണെന്ന് മനസ്സിലായി. അച്ഛന്റെ അടുത്തുനിന്ന് അച്ഛൻ എന്താണ് ഈ മാറ്റം തുടങ്ങിയെന്ന് ചിന്തിച്ച് എന്നിട്ട് എവിടെ ചെന്നെത്തിയെന്നറിയാവോ? അച്ഛന്റെ കുട്ടിക്കാലത്തിലേക്ക് എത്തി. അച്ഛന്റെ കുട്ടിക്കാലത്തിൽ എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നായപ്പോ അച്ഛന്റെ കുട്ടിക്കാലത്തിന്റെ അച്ഛന്റെ ബാല്യകാലങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോ എന്താ സംഭവം എന്നറിയാവോ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പയ്യനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവരുടെ ആ പ്രായത്തിന്റെ ഒരു ഇത് വന്നപ്പോ അതിനെ പിടിച്ചിട്ട് 20 വയസ്സിന് മൂത്ത ഒരാളെ കൊണ്ട് കല്യാണം കഴിച്ചു. നമ്മുടെ ബിഗിനിങ് അതാണ്. നമ്മൾ പറയുന്ന ഓൺസെറ്റ് എന്ന് പറയുന്ന പോലെ ഈ പ്രശ്നങ്ങളിലേക്കുള്ള തുടക്കം എത്തിയുന്നത് അവിടെയാണ്. അപ്പൊ നോക്കി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ 20 വയസ്സ് മൂത്ത ഒരാൾ കല്യാണം കഴിച്ചു. അത് കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഒട്ടും പൊരുത്തപ്പെടാത്ത ഒരു ദാമ്പത്യത്തിൽ ഉണ്ടായ ഒരു കുട്ടി. ആ കുട്ടി വളർന്നു വരുമ്പോ അമ്മയെ കാണാൻ പറ്റാത്ത എല്ലാ രീതിയിലും കണ്ട് പേടിയാണ് ആ കൊച്ചിന്. ആ കുട്ടിക്കാലം സമ്മാനിച്ചുകൊണ്ടിരുന്ന പേടിയായിരുന്നു. അങ്ങനെ വളർന്ന് ആള് ഈ പറഞ്ഞ പോലെ നല്ല പൊസിഷനിലും കാര്യങ്ങളിലേക്ക് എത്തും. പക്ഷേ ഈ കുടുംബം അല്ലെങ്കിൽ പ്ലേയിങ് പ്രേയിങ് ഈറ്റിംഗ് ടുഗദർ എന്ന് പറയുന്നിടത്ത് വന്ന മാറ്റങ്ങളിലൂടെ ആ കുട്ടി വളർന്ന് വലുതായി ഇന്ന് വലിയ പൊസിഷനിലേക്കാണ്, ഒരു സെലിബ്രിറ്റി ലെവലിലുള്ളതാണ്. അവിടെ നിന്നുകൊണ്ടും പക്ഷെ അദ്ദേഹത്തിന്റെ എത്ര പെർഫോമൻസ് ഉണ്ടെങ്കിലും വീട്ടിലൊരു കുട്ടിയുടെ സ്വന്തം കുഞ്ഞിന്റെ അവസ്ഥ ഇതാണ്. അതിനെ ഒരുപാട് ഉപദ്രവിക്കുകയും ഉറക്കാണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പൊ എവിടെ നിന്നാണ് ഇത് തുടങ്ങണേന്ന് ആലോചിച്ച് ഇതാണ് ശരിക്കും ഈ ചെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്കിംഗ് ദ ചെയിൻ്റെ ഒപ്പം നമ്മൾ ഈ ചെയിനും കൂടി നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. എങ്ങനെയാണ് നമ്മളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം എന്നുള്ളത്. അപ്പോ നമുക്ക് പ്ലേയിങ് പ്രേയിങ് ഈറ്റിംഗ് ടുഗദർ, ഈ ഈറ്റിങ്ങും അല്ലെങ്കിൽ എന്താണെന്നും അതിന്റെ എന്തൊക്കെയാ കഴിക്കേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പുള്ള സെഷൻസോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊക്കെ വരുമായിരിക്കാം. 1-2 കാര്യങ്ങള് ഈറ്റിംഗ് ടുഗദറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ പ്രൈം ടൈം എന്ന് പറയുന്ന ഒരു ടൈം നമ്മളെല്ലാവരും പറയുന്ന ചാനലിന്റെ പ്രൈം ടൈം എന്ന് പറയുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 7:30 to 9:30 അല്ലെങ്കിൽ 10 എന്ന് പറയുന്ന ഒരു 7 to 9 എന്ന് പറയുന്ന ടൈമാണ്. ഈ ടൈമാണ് എന്തുകൊണ്ടാണ് അത് പ്രൈം ടൈം ആവണത്? ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ടൈമാണ്. ഏറ്റവും കൂടുതലുള്ള പ്രേക്ഷകർ വീട്ടിൽ എത്ര സമയം എന്താ ജോലി കഴിഞ്ഞ് അച്ഛൻ അമ്മയുടെ അടുക്കളയിലെ വർക്കൊക്കെ കഴിഞ്ഞ് അമ്മ വരുന്നു, ഇവരെല്ലാവരും കൂടി വന്ന് ഇരിക്കുന്ന ഒരു ടൈമാണ് ഈ പ്രൈം ടൈം. ഈ ടൈമില് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെയും അവരുടെ ഒന്നിച്ചുള്ള ആ ഒരു ചേർന്നിരുന്ന ഉള്ള ആക്ടിവിറ്റികൾക്ക് പകരം നമ്മൾ കുറച്ചുപേര് മൊബൈലിലേക്ക് പോവുകയും ബാക്കിയുള്ളവർ TV കാണുകയും ഭക്ഷണം കഴിക്കുന്നത് പോലും ഒരു ചേർന്നല്ലാണ്ടാവുകയും ചെയ്യുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് ഈ ഒരു ഇന്ററാക്ഷനാണ്. ഈ ഇന്ററാക്ഷൻ ഇല്ലായ്മയാണ് ഇവരുടെ പിന്നീടുള്ള പേഴ്സണാലിറ്റി ഇഷ്യൂസിന് കാരണം. പലപ്പോഴും നമ്മൾക്ക് സൈക്കോളജി പഠിക്കുന്നവർക്കറിയാം ഈ ഒബ്ജക്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒബ്ജക്റ്റ് റിലേഷൻ. നമ്മളുടെ ആ കുട്ടിക്കാലത്തുള്ള നമ്മളോട് ചേർന്ന് ഏറ്റവും കൂടുതൽ കെയർ ഗീവർ ആയിട്ട് ഉള്ള ഒരാളുടെ അവര് നമ്മളോട് കാണിക്കുന്ന അറ്റാച്ച്മെന്റ് പോലെ ഇരിക്കും നമ്മൾ നമ്മുടെ സ്പൗസിനോട് കാണിക്കുക എന്നുള്ളത്. അത് റിപ്ലിക്കേറ്റ് അത് ചെയ്തു വരുന്നത് എവിടെയാണ്? രണ്ടാമത് വരുന്നത് പലപ്പോഴും നമ്മൾ സ്പൗസിനെ എടുത്തിട്ടായിരിക്കും. അത് ഈ സ്പൗസും ഇവര് തമ്മിലുള്ള ഇഷ്യൂസ് ഇത് കണ്ട് വളരുന്ന ഒരു കുട്ടിയെ, ആ കുട്ടികളാണ് പിന്നെയും വളർന്ന് വലുതായിട്ട് ഈ ചെയിൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ
ഫുഡിന്റെ കാര്യത്തില് ഈ ഈറ്റിംഗ് ടുഗദർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മാക്സിമം നമ്മളെ കൊണ്ട് ഒന്നിച്ച് ചേർന്നിരുന്ന് കഴിക്കാനും അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും. ഇവിടെ വേറൊരു ടേം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ടേമും ഞാൻ വായിക്കാനോ അല്ലെങ്കിൽ എവിടെയോ വെച്ച് കേൾക്കാനിടയെ. അത് യൂസ്ഡ് ഇഗ്നോറൻസ് എന്നാണ്. കേട്ടിട്ടുണ്ടോ വാക്ക് യൂസ്ഡ് ഇഗ്നോറൻസ്? ഇഗ്നോറൻസ് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഒരു അർത്ഥം എന്താണ്? ഇഗ്നോറൻസിന്റെ ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? ഹലോ, കേക്കാമോ? കേക്കാം. ആരും മിണ്ടുന്നില്ല, മൈൻഡ് ചെയ്യാതെ. ഞാൻ ഡോക്ടറിനോടാണ് ചോദിച്ചതെല്ലാം. ഈ ടേം കേട്ടിട്ടുണ്ടോ യൂസ്ഡ് ഇഗ്നോറൻസ്? നമ്മുടെ ജീവിതത്തില് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ഒരു സാധനത്തിനോട് ഒരു ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനോട് നമുക്കൊരു അവഗണന വരും. അതെ, ബ്രഷിങ്ങിനോട് എല്ലാവരും ചെയ്യുന്നത് പോലെ. നമ്മൾ അതിലൊരു ഓട്ടോമാറ്റിക് രീതിയിൽ നമ്മളിപ്പോ എപ്പോഴെങ്കിലും താക്കോൽ ഇടുമ്പോ താക്കോല് എവിടെയാണെന്നുള്ളത് പിന്നെ നമ്മൾ നോക്കുവോ? ഇല്ല, അതങ്ങനെ ഇട്ടുപോകും. ഈ യൂസ്ഡ് ഇഗ്നോറൻസ് മനുഷ്യരിലേക്ക് വരും. നമ്മൾ നമ്മളുടെ ഭർത്താവിന്റെ അല്ലെങ്കിൽ സ്പൗസിന്റെ മുഖം ഒന്ന് സൂക്ഷിച്ച് അടുത്തിരുന്ന് നോക്കിയിട്ട് നമ്മുടെ കുട്ടികളുടെ മുഖം ഒന്ന് നോക്കിയിട്ട് എത്ര നാളായി കാണും. ഒന്ന് അടുത്തിരുന്ന് അങ്ങനെ തന്നെ ഒരു തെറാപ്പി പോലും ഉണ്ട്. നേരെ നിർത്തി മുഖം നോക്കി ഒരുപാട് നാളായിട്ട് നീ പറഞ്ഞ പോലെ ഒന്ന് നോക്കാണ്ട്. അപ്പോ പലപ്പോഴും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞല്ലോ, ഇതിലൊരു വിഷയം നമ്മൾ ഫാമിലി പ്രോബ്ലത്തിൽ ഈ അച്ഛന്റെയും അമ്മയുടെയും ഒരു വിഷയം, നമ്മള് ഇതൊക്കെ ചെയ്യണതിന് മുമ്പ് ഞാൻ ഇത്രയും വിഷയങ്ങൾ ഇതിൽ സംസാരിക്കാൻ കാരണം നമ്മൾ പ്രേയിങ് ഈറ്റിംഗ് ടുഗദർ എന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ ആവില്ല. കാരണം നമുക്കൊരു ഹീലിംഗ് നടക്കാനുണ്ട് നമ്മുടെ ഉള്ളിൽ. നമ്മൾ എന്തുകൊണ്ട് ആണ് ഇത്രയും കേസുകൾ, ഈ റിപ്പീറ്റഡ് കേസുകളെല്ലാം ചേർത്ത് വിഷയം സംസാരിക്കാനും കാരണം നമ്മളെന്ന് പറഞ്ഞ വ്യക്തിയും പിന്നെ ഈ അടുത്ത തലമുറയെയും നമ്മൾ സംരക്ഷിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയും സ്റ്റൈലിയും കൂടി മനസ്സിലാക്കാനും എല്ലാം കൂടി നമുക്കൊന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരവും കൂടി ആയിരിക്കണം. അപ്പോ ഇവിടെ വഴക്കുണ്ടാണ്ടിരിക്കുക എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പലപ്പോഴും എന്നോട് പലരും ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ വൈഫ് എന്നോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഇത്രയൊക്കെ പഠിച്ചിട്ടും ഈ മനുഷ്യർ മാറ്റമില്ലോ. അപ്പൊ അതിൽ വഴക്കില്ലാണ്ടിരിക്കണമല്ല, നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും പറയും. പക്ഷേ നമ്മള് സ്നേഹവും ഒപ്പം കുട്ടികൾ കാണണം. വഴക്ക് മാത്രം കണ്ട് കുട്ടികൾ വളരുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. അവരോട് സംവദിക്കാനും അവരോട് ചേർന്ന് ഇരിക്കാനുമൊക്കെ നമുക്ക് എന്ത് വേണം? സമയം കണ്ടെത്തിയിട്ട് അവരില് ഒരാളായി മാറാൻ, അവരോടൊപ്പം ഇരുന്ന് ചിന്തിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. അത് ആണ് ഒരു ഈറ്റിങ്ങിന്റെ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ കുട്ടികൾ കഴിക്കേണ്ട ഭക്ഷണത്തില് നമുക്ക് ഇപ്പൊ എല്ലാ റിസർച്ചും നടക്കുന്നത് നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ചേർന്നാണ്, ബ്രെയിനിലെ കെമിക്കൽസിനെ കുറിച്ചാണ്. അതില് പല റിസർച്ചുകളും ഇപ്പൊ എത്തി നിൽക്കുന്നത് നമ്മളുടെ കുടലുകളിലും ആയിട്ടുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ്. പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെയും സെക്രീഷൻ നടക്കുന്നത് നമ്മുടെ കുടലുകളിലാണ്. അപ്പോ ഭക്ഷണം ഒരുപാട് ഇമ്പോർട്ടന്റ് ആയി തുടങ്ങി. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തില് നമ്മൾ നാരുകളുള്ള ഭക്ഷണത്തിന്റെയും പിന്നെ എന്താണ് തൈര്, പുളിയില്ലാത്ത തൈര്, പിന്നെ വാഴച്ചുണ്ടുകള്, അങ്ങനെയുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ട്, അപ്പൊ എന്ത് കൊടുക്കണം, എന്തിനു കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഈ വിഷയമാണ് നമുക്ക് ഈ ഈറ്റിംഗ് ടുഗദർ എന്നുള്ള വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് ചേർന്നിരുന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നത്. രണ്ട്, നമ്മളുടെ ഈ കണ്ടിന്യൂറ്റി, ഞാൻ പറഞ്ഞ ഈ കുടുംബത്തിന്റെ അന്തരീക്ഷം, ഇത് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും കൂടി നമുക്ക് ഒന്ന് നോക്കിയെടുക്കേണ്ടതാണ്. കാരണം ഈ വ്യക്തിയുടെ ഫോർമേഷനിൽ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ നമ്മൾ പാരന്റിങ് എന്നുള്ള ഇത്ര ഡെപ്തിൽ പഠിക്കേണ്ട ഒരു വിഷയമായിരുന്നു. പലപ്പോഴും പല ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ എല്ലാവരും പറയും, ഇത് ഞങ്ങൾക്ക് കുറച്ചും കൂടി ചെറുപ്പത്തിൽ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു,
അതെനിക്ക് കുറെ കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്തായിരുന്നു എന്നൊക്കെ. അപ്പോ ഇത്രയും വിഷയങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഇത്രയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ ഈ വ്യക്തിയുടെ നിർമ്മാണത്തിന്, ഒരു ഫുള്ളി ഫങ്ഷനിങ് ഇൻഡിവിജ്വൽ എന്നുള്ളൊരു പ്രക്രിയയിലേക്ക് നമ്മൾ ഈ ഒന്നിച്ചുള്ള എന്താണ് കളിയും ഒന്നിച്ചുള്ള പ്രയറും ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കലും എല്ലാം നമ്മളിലേക്ക് എത്തുന്നതാണ്. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഡോക്ടറെ നമുക്കൊരു ആ ഒരു തൊപ്പി ഒരെണ്ണം ഉണ്ടാക്കി A4 ഷീറ്റ് ഒന്ന് എടുക്കാൻ പറ്റുമോ എല്ലാവർക്കും? അവൈലബിൾ ആണോ? പപ്പി ഇനി വന്ന് ഒരു ബോട്ട് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു. ഓടി വാ. ഇത് വെച്ച് കിട്ടിയോ? ഇപ്പൊ ഈ അങ്കിള് പറയുന്നത് പഠിപ്പിക്കും. അപ്പോ A4 ഷീറ്റ് എല്ലാവരും എടുത്തോ? റെഡി ആയോ? ഞാൻ പറഞ്ഞ A4 ഷീറ്റ് ഇതാട്ടോ. റെഡി ആണോ? കിട്ടിയോ? റെഡി ആയോ? A4 ഷീറ്റ് എടുത്ത് റെഡി ആയി. ഇനി നമുക്ക് ഈ A4 ഷീറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പകുതിയായിട്ട് മടക്കണം. ഇങ്ങനെ ഇങ്ങനെ പകുതി സെന്റർ ആക്കി മടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ മടക്കിയോ? മടക്കി. മടക്കിയില്ലേ? ഓക്കെ അല്ലേ? എത്ര മടക്കിയില്ലേ? കിട്ടിയില്ലേ? ഇനി നോക്കി, ഇങ്ങനെ മടക്കിയില്ലേ എല്ലാവരും? നേരെ പകുതിയായിട്ട് മടക്കിയിട്ട് നമ്മൾ എന്ത് വേണം? ഇതിനിങ്ങനെ ഉറപ്പിക്കണം. ഇങ്ങനെ നമ്മള് നിവർത്തുന്നില്ലല്ലോ, പിന്നെ എപ്പോഴെപ്പോഴും നിവർത്തുന്നെന്തിനാ? റെഡി ആയോ? ഇത്രയും ചെയ്തോ? ഇനി നോക്കിയേ, ഇതിന് നമ്മള് ഏകദേശം ഇത്രയും എന്ന് വെച്ചാല് ഒരു 3.5 സെന്റിമീറ്റർ. നമ്മുടെ ഒരു വിരലില് ഏകദേശം 1 സെന്റിമീറ്റർ. 1, 2, 3, 3.5 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് ഇവനെ ഒന്ന് മടക്കണം. ഇങ്ങോട്ട് മടക്കണം. ഇതിങ്ങനെ 3.5 സെന്റിമീറ്റർ ഇങ്ങനെ മടക്കിയോ? മടക്കിയാ? ഓക്കെ. ഇനി ഈ വിഷയത്തിനെ നോക്കി, ഇവിടെ നിന്ന് ഇതേപോലെ തിരിച്ചും കണ്ടോ? നമ്മൾ നേരത്തെ ഇപ്പുറത്ത് ചെയ്ത പോലെ ഇപ്പുറത്തും ഈ 3.5 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മടക്കണം. മടക്കിയോ? ചിറ്റ ഒന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണോന്ന്. ഇപ്പൊ നമുക്കും കളിക്കാം. എല്ലാവരും കൂടി പറ്റുമെങ്കിൽ ഒന്നും കൂടി എടുത്തോട്ടെ. എല്ലാവരും കൂടി വേഗം എടുക്കുക. ഒരു പേപ്പർ എടുത്തു. പ്ലേയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് പ്ലേ ചെയ്യാനുള്ള അവസരമാണ്. നമ്മളൊരു പേപ്പർ എടുത്തു. പേപ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 2 ആക്കി മടക്കി. അത് കഴിഞ്ഞിട്ട് നേരെ വെച്ചു. ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് ചെയ്തു. ഇത്രയും ചെയ്തില്ലേ? ഈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് നല്ല ഇങ്ങനെ ഉറപ്പിക്കും. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇങ്ങനെ ഉറപ്പിക്കണം. നമ്മളെ ഈ ചെയ്തെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ?
വൈഷ്ണവി. വൈഷ്ണവി കുട്ടി, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോ അതിനെ ഉറപ്പിക്കണ്ടേ? അപ്പം നമ്മൾ പഠിക്കുമ്പോ വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കുമ്പോ നമ്മുടെ ബ്രെയിനിൽ കയറണ പോലെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഉറപ്പിക്കണം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഉറപ്പിക്കണം കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ആളെ ഇങ്ങനെ അങ്ങ് പിടിക്കണം. എന്നിട്ട് നോക്കിയോട്ടോ, നമ്മൾ ഈ മടക്കിയില്ലേ, ഇതിനെ പയ്യെ ഇങ്ങനെ നിവർത്തി ഒരു വിരൽ ഇതിന്റെ ഇടയിൽ കൂടി ഇടുക. ഇങ്ങനെ മടക്കി വെച്ചത് പയ്യെ നിവർത്തിയിട്ട് ഒരു വിരൽ എന്ത് ചെയ്തു, ഇതിന്റെ ഇടയിൽ ഇട്ടോ. എന്നിട്ട് ഇതുണ്ടോ, ഇവിടെ പിടിച്ച് പുള്ളിനെ ഇങ്ങനെ താത്തി കഴിഞ്ഞാ ഇങ്ങനെ വരും. ഇതുണ്ടോ, ഒന്നുകൂടി ഞാൻ പറയാം, ഒന്ന് നോക്കിയേ. ഇങ്ങനെ മടക്കി അതിനെ നമ്മൾ ഇങ്ങനെ എടുത്തു, ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ എടുത്തു. ഒരു വീടിന്റെ ഫ്രണ്ട് പോലെ ആയില്ലേ നോക്കി, ഇങ്ങനെ വെച്ചാ നമ്മൾ വരക്കാറുള്ള വീടിന്റെ ആയോ? ഇത് കിട്ടിയോ? ചിറ്റൊക്കെ കിട്ടിയോ? ആലിസ് മാം ചെയ്യാറുണ്ടോ? ആലിസ് മാം ഉണ്ട്, പക്ഷെ എനിക്കത് കിട്ടിയില്ല. ഇങ്ങനെ ഇടില്ല, പറഞ്ഞുതരാം. ഇപ്പുറത്ത് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് ഇങ്ങനെ നോക്കിയ ഒരു സെക്കൻഡേ. നോക്കി നോക്കി, ഇവിടെ നോക്കി, ഇവിടെ ഇത്രയും ചെയ്തില്ലേ ആലിസ്? ഇത്രയും ചെയ്തില്ലേ? അത്രയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, ഇവിടെ നോക്ക്, ഞാൻ ഇങ്ങനെ മടങ്ങിയല്ലേ ഇരിക്കണത്. ഇതിനെ പയ്യെ ഞാൻ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വിരലിട്ടു, കണ്ടോ? വിരലിട്ടിട്ട് ഇങ്ങനെ നേരെ കൊണ്ടുവന്ന്, എന്നിട്ട് ഈ ഇവിടെ ഇല്ലേ തള്ളവിരൽ വെച്ച് പുള്ളിനെ ഇങ്ങനെ താത്തിയതാ. ഇത് കണ്ടോ? ഇങ്ങനെ താത്തി കഴിഞ്ഞാ ഇവനെ ഇങ്ങനെ രണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ നമ്മള് പയ്യെ ധൃതി പിടിക്കാണ്ട് പയ്യെ ചെയ്താൽ മതി. ഒരു സൈഡ് മതിയോ? രണ്ട് സൈഡും വേണമല്ലോ. ഇവിടെ ചെയ്ത പോലെ ഇപ്പുറത്ത് ചെയ്യണം. റെഡിയായോ? ഇങ്ങനെ കിട്ടിയില്ലേ? നോക്കിയേ, രാധാകൃഷ്ണൻ സാറിന് കിട്ടിയോ? കിട്ടി സാറേ. ഇനി നമ്മൾ നോക്കിയേ, ഇനി നമ്മൾ ഇതിനെ നേരെ ഇപ്പുറത്തെ. ആലിസ് മാമിന് കിട്ടിയില്ല? ആലിസ് മാം കിട്ടി. ആണോ? അവിടെ കാണിച്ചു നോട്ടെ. അങ്ങനെയൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല, കാരണം ടീച്ചർ ഞാനേ ഒന്നാമത്തെ കാര്യം എന്റെ A4 സൈസ് പേപ്പർ അല്ല, അപ്പൊ തെറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും കിട്ടി, ഞാൻ കിട്ടിയില്ല എന്ന് പറയണ്ടെന്ന് വിചാരിച്ചു. എല്ലാ A4 ഷീറ്റ് വിളിച്ചു പറഞ്ഞാൽ കിട്ടില്ല. അപ്പൊ ടീച്ചർ ഇത് കണ്ടിട്ട് ചെയ്താൽ മതി. അതെ. അല്ല, മനസ്സിലായി എനിക്ക്. A4 അല്ലാത്തതിന്റെ കുഴപ്പ. ചെറുതുണ്ടാക്കി എന്തായാലും കണ്ടില്ലേ? ഇനി നോക്കിയേ, ചിറ്റയും വൈഷ്ണവിക്കും കൂടി ഇങ്ങോട്ട് നോക്കി. ഇനി ഇവന് നമ്മള് അപ്പുറം ഇതിനെ ഇങ്ങാടും മടക്കി, കണ്ടോ? ഇപ്പുറത്തെ ആളെ ഇപ്പുറത്തോട്ടും മടക്കി, ഇങ്ങനെ അങ്ങ് മടക്കി. നോക്കി, ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ആളെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് അങ്ങ് മടക്കി. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. ഉറപ്പിച്ചോ? ഇനി അത് തന്നെ ഇപ്പുറത്ത് ചെയ്യണം. നോക്കി, രണ്ട് സൈഡ് ചെയ്തു. അവള് ഭയങ്കര പിടിക്കുക കാര്യത്തില്. വൈഷ്ണവി, ഞങ്ങളെല്ലാരും വൈഷ്ണവി കുട്ടിയുടെ ഒപ്പം എത്താൻ വേണ്ടി പാടുവിടുക. അതെ, ഞങ്ങൾക്ക് നമ്മളുടെ വണ്ടർലാൻഡ് ഉണ്ടായിരുന്നല്ലോ, അതിൽ ഇതുപോലെ എല്ലാം പഠിപ്പിച്ചിരുന്നു. ഇത് നോക്കിയേ, കിട്ടിയോ? കിട്ടിയില്ലേ? ഇനി അടുത്തത് നോക്കിയോട്ടോ. അടുത്തത് നമ്മുടെ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടെ ഒരു വരയില്ല, ഇങ്ങനെ കാണാവുന്ന നമുക്ക് അപ്പുറം ഇപ്പുറവും അല്ലേ? ഈ പാട് വെച്ചിട്ട് നമ്മുടെ ഇവന്റെ ഒരു പകുതിനെ എന്ത് ചെയ്യണം? നമ്മള് ഇങ്ങനെ ഈ പകുതിനെ ഇപ്പുറത്തേക്ക് മടക്കണം. നോക്കി. ഈ ടീച്ചറെ, വൈഷ്ണവി കുട്ടി, നമ്മൾ ടീച്ചർ പഠിപ്പിക്കുമ്പോ
ആദ്യം ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് എഴുതാൻ പോരുത്. അപ്പൊ നോക്കിയിരിക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെ എടുത്തു നമ്മൾ പറഞ്ഞത് ഇവിടെ ആ പാടില്ലേ, ഈ പാട് വെച്ച് ആളെ ഇങ്ങനെ മടക്കാൻ പോകും. ആ പാട് വെച്ചിട്ട് ഇങ്ങോട്ട് മടക്കാൻ പോകും നീളത്തില്. മനസ്സിലായോ? രാധാകൃഷ്ണൻ സാറിന് മനസ്സിലായോ? അപ്പൊ അതിങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും. ദേ നോക്കി, ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി ഇങ്ങനെ തിരിച്ചു വെച്ച് ഇങ്ങനെ വരും, ഇച്ചിരി പൊങ്ങി മുകളിൽ വരും. ശരിയാണോ? അതേപോലെ അപ്പുറത്തെ ചെയ്തേ, അതേപോലെ അപ്പുറത്തെ ചെയ്തേ. ആലിസ് മാം ഇനി ഇരിക്കുമ്പോ കുറച്ച് പേപ്പറൊക്കെ ആയിട്ട് ഇരിക്കണം കേട്ടോ. അതെ, ഞാൻ പേപ്പറൊക്കെ മാറ്റി വെച്ചു. ഇപ്പൊ എൻജോയ് ചെയ്യാ കണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇപ്പൊ നോക്കി ഇങ്ങനെ വന്നില്ലേ? ഇനി ഇങ്ങനെ തുറന്ന ഇങ്ങനെ വരില്ലേ? നോക്കി ഇങ്ങനെ ഈ ഷേപ്പ്, ഈ ഷേപ്പ് അല്ലേ? ഇങ്ങനെ വന്നില്ലേ? ഓക്കെ, ഇനി നോക്കേണ്ടത് അറിയാവോ? ഇനിയും കഴിഞ്ഞില്ല പുള്ളിന്, ഇനിയും കുറെ മടക്കളിലൂടെ ഒക്കെ പോകാനുണ്ട്. ഇനി നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ കൂടല് നിക്കണില്ലേ? ഈ കൂടല് നിക്കണത് മോളി കൂടി ഇപ്പുറത്ത് വിട്ട് മടക്കണം കേട്ടോ. ഇങ്ങനെ നിക്കുവായിരുന്നു പുള്ളി. അതിന്റെ മോളി കൂടി നിങ്ങാട് മടക്കി കേട്ടോ. അതേ സൈഡിലേക്ക് തന്നെയാണോ മടക്കിയ സാറേ? ഇങ്ങനെ നമ്മൾ ഇത്ര പേരെ ചെയ്തായിരുന്നു. ഈ ആളെ പിടിച്ച് ഇങ്ങാട് കൊണ്ടുവന്ന് എന്നിട്ട് ഇതിന്റെ ഇപ്പുറത്തുകൂടി ഇങ്ങാട് കണ്ടോ? ഉണ്ടെന്നോ? എന്നിട്ട് എന്ത് ചെയ്യണം? മറ്റേ സൈഡ് ചെയ്യണം കേട്ടോ. ഞാനത് ആര് ചോദിക്കുന്നു ഓർത്തിരിക്കുന്നു. മറ്റേ സൈഡ് കാണിക്കുന്നു. മറ്റേ സൈഡ് ചെയ്യണം. മറ്റേ സൈഡ് ഇതിന്റെ മുകളിലേക്ക് തന്നെയാ. ഈ ആലിസ് മാം ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കളിക്കൊക്കെ ചെയ്യുമ്പോ ചില കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് താടിക്ക് കൊടുത്തിരിക്കും. അല്ല, അത് മറ്റേ സൈഡ് എവിടേക്കാ മടക്കണ്ടേ? അതേപോലെ അപ്പുറത്തോട്ട് നേരെ തിരിച്ച് ഒന്ന് അതിനൊരു പാടിടാൻ വേണ്ടിട്ട് നമ്മളങ്ങനെ ചെയ്തതാ. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. നമ്മള് ഇങ്ങനെ നിക്കുവായിരുന്നു. എന്നിട്ട് അതിൽ ഒരെണ്ണത്തിന് നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് മടക്കി മോളിൽ കൂടി. ഇങ്ങോട്ട് നോക്കി, പക്ഷെ ഡോക്ടർ ഇങ്ങോട്ട് നോക്കി. ഇങ്ങനെ ഇരുന്നു, ഇങ്ങനെ ഇരിക്കായിരുന്നു. ഇപ്പൊ കാണാലോ, ഇങ്ങനെ ഇരിക്കായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ ഇപ്പുറത്തേക്ക് മടക്കി. കണ്ടോ? വെക്കല്ലേട്ടാ, വെക്കല്ലേ. ഇങ്ങനെ മടക്കി കഴിഞ്ഞ് കുറച്ച് ഉറപ്പിച്ചിട്ട് പുള്ളിനെ മാറ്റിയിട്ട് ഇപ്പുറത്തെ ആളെയും അതേപോലെ ഇവിടെ കൊണ്ടുവന്ന ഒരു മടക്കുണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഐശ്വര്യക്കുട്ടി റെഡിയായോ? റെഡിയായോ? ഇല്ല. അതിന്റെ കളയണമെന്ന്. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഇത് വീണ്ടും ഇങ്ങനെ മടക്കുക. ഓക്കെ ഓക്കെ അല്ലേ? എന്നിട്ട് അപ്പൊ ഇങ്ങനെ കിട്ടി, ഇങ്ങനെ മടങ്ങി. ഈ പരുവായില്ലേ? നോക്കിയത് ഇങ്ങനെ നോക്കിയേ. ഈ പരുവായി. ഇനിയാണ് ചില ക്വസ്റ്റ്യൻ ഒക്കെ ഇത്ര വരെ എളുപ്പം. ഇനി നമ്മൾ ശ്രദ്ധിച്ച് നമ്മളുടെ മോട്ടോർ സ്കില്ലൊക്കെ ഉപയോഗിക്കേണ്ട സ്ഥലമാണ് ഫൈൻ മോട്ടോർ ഒക്കെ. നോക്കി ഇവിടെ ഈ പാട് കണ്ടത്, ഇവിടെ നമ്മളുടെ ഇവിടുത്തെ ഇതിനിടയിലോട്ട് ഇദ്ദേഹത്തിനെ ഇങ്ങനെ കയറ്റി വെക്കണം നമ്മളിങ്ങനെ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് നോക്കിയതാ. ഇങ്ങനെ എടുത്തിട്ട് ഇവിടത്തെ ഇത് കണ്ടോ, അതിനെ ഇട്ട് നമ്മളിങ്ങനെ ഇതേപോലെ പാക്ക് ചെയ്യണ പോലെ നമ്മളിത് ഈ ഗ്യാപ്പിൽ ഇതിനെ വെക്കത്തില്ലേ? ഇത് കണ്ടോ? അതേപോലെ ഇപ്പുറത്തും വെക്കുക. വെച്ചോ? അതിന്റെ ഉള്ളിൽ വെച്ചോ? അതേപോലെ തന്നെ ഇപ്പുറത്തും ഇതിനെ എടുത്തിട്ട് ഇതുണ്ട്, ഈ നമ്മൾ ഈ മടക്കിയ കൂടലുള്ളതിനെ എടുത്തിട്ട് ഈ ഗ്യാപ്പില് ഇദ്ദേഹത്തിനെ ഇവിടെ പെടുത്തണം. കണ്ട ഇതിന്റെ ഉള്ളില് ഇതിങ്ങനെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായല്ലോ. ഇങ്ങനെ മടക്കി നമ്മൾ മോളിൽ കൂടെ ഒക്കെ മടക്കി ഈ ഗ്യാപ്പിനെ എടുത്തിട്ട് ഇതിലേക്ക് കൂടി വെച്ചിട്ട് ഇങ്ങനെ മടക്കണം.
നെഹ്റുവിന്റെ തൊപ്പി തയ്ച്ചവര് എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പുറത്ത് വെച്ചോ. ഇങ്ങനെ കിട്ടിയോ? രാധാകൃഷ്ണ മാഷ് കിട്ടിയോ? കിട്ടി സാറേ. അപ്പുറം കിട്ടി. കൊറേ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ എല്ലാവരുടെയും. ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. ചിറ്റ മിണ്ടണില്ല അവിടെ. ചിറ്റക്ക് എന്തോ പണി കിട്ടിയെന്നു. ചിറ്റ ചെയ്തോണ്ടിരിക്കാം. ഉണ്ടാക്കിയല്ലേ? ഉണ്ടാക്കിയോ? ഇനി എന്ത് ചെയ്യണം? ഇനി പയ്യുണ്ടല്ലോ, പയ്യ നമ്മളിത് ഇങ്ങനെ കണ്ടില്ലേ? ഇതിങ്ങനെ കണ്ടില്ലേ? ഇതിങ്ങനെ ഇതില് നോക്കി ഇങ്ങനെ തുറന്ന ഇങ്ങനെ 3 ഇതുപോലെ ഇല്ലേ ഇപ്പുറത്ത്? അല്ലല്ലോ, ഇങ്ങനെ 3 കിട്ടിയില്ല. എന്താ അറിയോ രാധാകൃഷ്ണ പക്ഷെ ഇതിന്റെ ഉള്ളിൽ വെച്ചില്ല. ഉള്ളിൽ വെച്ചു, അതവിടെ നിൽക്കുന്നില്ല, അതവിടെ നളി പോകും. എന്താണെന്നറിയോ, നമ്മൾ ആ വീതി കൂട്ടണേന്റെ വീതി കുറഞ്ഞു പോയതുകൊണ്ടല്ലേ? അതിനൊരു പണി ചെയ്താൽ സ്റ്റാപ്ലർ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സ്റ്റാപ്പിൾ ചെയ്താൽ മതി. അവിടെ ഇപ്പുറം 2 സൈഡും അല്ലേ? സ്റ്റാപ്ലർ ഇട്ടാ നോക്കി. നമ്മൾ അടിപൊളി തൊപ്പി ഉണ്ടാക്കി സഗീറെ. റസീന മാം ഒന്ന് പൊക്കി കാണിച്ചോളൂ. എന്റെ കൊച്ചുമോളുണ്ട് ഇവിടെ. കണ്ടോ? കാണാൻ വയ്യല്ലോ. മോളുടെ തലയിൽ വെച്ചേക്കല്ലേ? കണ്ടു. നമ്മളാ ചെറുതായത് കൊണ്ടാണ്. ഇനി എന്ത് ചെയ്യണമായിരുന്നു? കാണാവോ? ഞാൻ ചെയ്യണത് കാണാവോ? കാണാം. ഇനി നമ്മളിങ്ങനെ വന്നില്ലേ, ഇതിന്റെ ഉള്ളിൽ വന്നില്ലായിരുന്നോ? ഇതില് 3 വന്നില്ല. ഇദ്ദേഹത്തിന് ഇതിനങ്ങട് അകത്തോട്ട് തള്ളി ഇത് കണ്ടോ? കണ്ടോ? ഇങ്ങനെ വെച്ച് നമ്മുടെ തൊപ്പി എന്ത് തൊപ്പിയായി? നെഹ്റു തൊപ്പി. ഇതിന്റെ നമ്മളാ ഇത് രാധാകൃഷ്ണ മാഷിന് ഇത് കിട്ടിയോ? സംഭവം ഐഡിയ കിട്ടി. സ്റ്റാപ്ലർ ഇല്ലാത്തതുകൊണ്ട് അത് നിൽക്കുന്നില്ല സാറേ. സ്റ്റാപ്ലർ കിട്ടിയില്ല അല്ലേ? ഇല്ല. ഞങ്ങളുണ്ടാക്കി. അപ്പൊ നമ്മൾ എന്താവും? ഇത് വെച്ച് തൊപ്പി ഉണ്ടാക്കി എല്ലാരും തലയിൽ വെച്ചാൽ എന്താവും? റസീന മാമിന്റെ കുഞ്ഞിന്റെ പേരെന്താ? കുട്ടിയുടെ മിടുക്കിയുടെ പേരെന്താ? ഭദ്രക്കുട്ടി. അപ്പൊ അത് വെച്ച് കഴിയുമ്പോ നമ്മൾ എന്താവും അറിയാവോ? ജവഹർ എന്ന് പറഞ്ഞ പേര് പോലെ ആവും, ജ്വൽസ് ആവും, രത്നങ്ങളാവും നമ്മള്. എല്ലാരും പഠിച്ചോ? നിമിഷയുടെ അവിടുത്തെ വാവയൊക്കെ പഠിച്ചല്ലോ, തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. വാവയുടെ പേരെന്താ? വാവയുടെ എന്താണ്? ദക്ഷ. ഗുഡ്. എനിക്ക് ഉണ്ടാക്കാൻ കിട്ടിയോ? ഇവരൊക്കെ നമ്മുടെ വണ്ടർലാൻഡ് പ്രോഡക്ട്സ് ആണ് സഹീർ. അപ്പൊ എല്ലാവരും അതാണ് ഇവരൊക്കെ സ്പീഡിൽ ചെയ്തു ചെയ്ത്. കാരണം പ്രവീൺ എന്ന് പറഞ്ഞ ഒരാളെ പഠിപ്പിച്ചിരുന്നത്. പുള്ളിക്കാരൻ എല്ലാം പഠിപ്പിച്ചിരുന്നു. എന്നെ ഒരെണ്ണം പോലും പഠിപ്പിക്കാൻ സാധിച്ചില്ല പുള്ളിക്കാരൻ. ഓക്കെ, അപ്പോ എല്ലാവരും കഴിഞ്ഞോ? ചിറ്റ പൊക്കളഞ്ഞോ? ചിറ്റേനെ അവിടെ ബാക്കിലൊന്നും കാണില്ല. അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ തൊപ്പി ഇഷ്ടപ്പെട്ടോ? ഇനി നമ്മള് ഞാൻ പറഞ്ഞ പോലെ ഈ കുട്ടികളോട് ചേർന്ന് നിൽക്കുമ്പോ നമ്മള് ഇത് അവരെ പഠിപ്പിക്കുക, അവരോടൊപ്പം ഇരുന്നുകൊണ്ട്. ഈ വിഷയത്തിന് ഞാൻ ഒരിക്കലും ഒരു സ്ലൈഡാക്കി അവതരിപ്പിക്കാണ്ടിരുന്നത് നമ്മള് ഇതിനെ വേറെ രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതില് ഇനി ഒരു കാര്യം കൂടി. ഇപ്പൊ മദ്യപാനത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളും കൂടി വരുന്നുണ്ട് നമ്മുടെ കുടുംബത്തില് വരുന്ന വിഷയങ്ങളില്. അച്ഛന്റെ
അമിതമായ മദ്യപാനം. അപ്പൊ ഈ മദ്യപാനമുള്ള അഡിക്ഷൻ കേസുകൾ ഒരുപാട് എൻ്റെ അടുത്ത് വരികയും അതനുസരിച്ചിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കേണ്ട ഒരു ഇതുണ്ട്. ഈ പ്രയറിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പലപ്പോഴും കൗൺസിലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പ്രയർ ഉണ്ട്. കൗൺസിലിങ്ങിന് ആ പ്രയർ നമ്മളുടെ സെറിനിറ്റി പ്രയർ എന്നാണ്. സെറിനിറ്റി പ്രയർ. ആ സെറിനിറ്റി പ്രയർ എന്ന് പറഞ്ഞാല് എല്ലാ പ്രയറുകളും നമ്മൾ ഈശ്വരനിലേക്ക് അടുപ്പിക്കുക. നമ്മൾ എന്താണോ ഈശ്വരൻ എന്ന് ഓരോരുത്തരുടെ ഉള്ളിലുള്ള ആ അവസ്ഥയിലേക്ക് അടുപ്പിക്കാനായിട്ട് സഹായിക്കുമ്പോൾ ഈ സെറിനിറ്റി പ്രയർ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇതുണ്ടാവും. ഈ സെറിനിറ്റി പ്രയർ കേട്ടവരുണ്ടോ? സെറിനിറ്റി പ്രയർ രാധാകൃഷ്ണ മാഷ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ അത് പറയാനായിട്ട് ആ വേർഡ്സ് കിട്ടുന്നില്ല. ഓക്കെ, അത് 3 കാര്യങ്ങൾ നമുക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനോട് നമുക്ക് ഇതേപോലെയുള്ള ഇതിൽ മനസ്സിലാക്കാം. അതിൽ ഒന്ന് എന്താണെന്നറിയാമോ? ഗോഡ് എന്നും പറഞ്ഞിട്ട് വിളിക്കണം. അപ്പൊ ഈ ഗോഡ്, നിങ്ങളുടെ ഉള്ളില് ഗോഡ് എന്ന് കേൾക്കുമ്പോ എന്താണോ നിങ്ങളിലുള്ളത് അതായിക്കോട്ടെ നമ്മുടെ ഗോഡ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ദൈവം. ഈ ദൈവം ഇല്ലെങ്കിൽ ഒരു എനർജി ആണെങ്കിൽ എനർജി. അപ്പൊ ഗോഡ് ഗ്രാൻഡ് മീ ദ സെറിനിറ്റി to accept all the things which I cannot change. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ എടുത്തു നോക്കി അതിനെ 2 ആയിട്ട് തിരിക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ പ്രോബ്ലത്തെ 2 ആയിട്ട് തിരിക്കാം. സൊല്യൂഷൻ ഉള്ള പ്രോബ്ലവും സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലവും. അപ്പൊ സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം പറയാമോ ആരെങ്കിലും? നമ്മളുടെ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പോ ഫസ്റ്റ് പാർട്ട് ആ പ്രയറിന്റെ പറയണതാണ് ഗോഡ് ഗ്രാൻഡ് മീ ദ സെറിനിറ്റി ടു അക്സെപ്റ്റ് ഓൾ ദ തിങ്സ് വിച്ച് ഐ കനോട്ട് ചേഞ്ച്. കലാമിറ്റീസ് അല്ലെ? എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ റോളൊന്നും ഇല്ലാത്ത കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു പ്രശാന്ത മനസ്ഥിതി എനിക്ക് തന്നെ. ഇതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം ആൻഡ് ദ കറേജ് ടു ചേഞ്ച് ഓൾ ദ തിങ്സ് ഐ ക്യാൻ. എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നവയെ. ഇന്ന് നമ്മൾ പഠിച്ച ഈ വിഷയങ്ങളെല്ലാം എന്റെ ലൈഫിൽ ഇന്നലെ വരെ ഞാൻ ഇങ്ങനെയായിരുന്നു. എന്റെ ഭാര്യനോട് ഒപ്പം ഞാൻ അങ്ങനെ സമയം ചെലവഴിക്കാറില്ല, എന്റെ കുട്ടികളോട് സമയം ചെലവഴിക്കാറില്ല, ഞാൻ സംസാരിക്കുന്ന ക്രിട്ടിസൈസ് ചെയ്താണ് പലപ്പോഴും സംസാരിക്കുന്നത്. ഇതെല്ലാം ഈ ക്ലാസിന്റെ ഒറ്റ ഇത് എനിക്ക് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഇരിക്കണം, നമ്മളിൽ ഒരു മാറ്റം ഉണ്ടായാൽ മതി. നമ്മൾ ഇത് പോയിട്ട് കൊച്ചിനെ വിളിച്ചിരുത്തി ഒന്നിച്ച് പഠിപ്പിക്കുക. നമ്മുടെ ഉള്ളില് ഇതൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് എന്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കണു, അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് രണ്ടാമത്തെ ഏരിയ? എന്താണ്? കറേജ് ടു ചേഞ്ച് ഓൾ ദ തിങ്സ് ഐ ക്യാൻ. ഇപ്പൊ നമ്മുടെ ഡോക്ടറിന് കറേജ് കിട്ടിയ കഥ ഞാൻ എന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവള് പലപ്പോഴും സ്കൂളിലേക്ക് ചെന്നിട്ട് അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അത് ടീച്ചർ ആണെങ്കിൽ ടീച്ചറിനോട് സംസാരിക്കേണ്ട എങ്ങനെയാന്ന് ചോദിച്ചിട്ടും പറയാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അത് ഇവിടെ ഒന്ന് പറയും, സ്വന്തം അഭിപ്രായം പറയേണ്ട അവസരത്തിൽ പറയും എന്റെ മോള്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന സമയത്ത് അത് ഞങ്ങൾ ഉറങ്ങി, ഞങ്ങൾ 4 പേരും ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് ഉഷ ഡോക്ടറിന്റെ കഥ ഞങ്ങൾ കേട്ടത്. അപ്പൊ അത് ഉണ്ടാക്കിയ ഇൻസ്പിറേഷൻ. ഞാൻ ഈ ഒന്നിച്ച് കിടക്കണം എന്ന് പറയാനായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എന്റെ അച്ഛൻ, എനിക്ക് അച്ഛനോട് 2 കാര്യത്തിൽ നന്ദിയുണ്ട്. ഒന്ന്, അച്ഛനും ദൈവത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. അത് എനിക്ക് അച്ഛൻ ഇപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കണം. നിങ്ങളോട് ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് എന്റെ അച്ഛൻ ഒരു പ്രാവശ്യം പോലും ദൈവം എന്നുള്ള വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. അച്ഛൻ പക്ഷെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, ഷേക്സ്പിയറിന്റെ പുസ്തകങ്ങളും. അവിടെ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ അച്ഛൻ, ഞാനും ചേട്ടനും, എനിക്കൊരു ബ്രദറാ ഉള്ളത് മൂത്താള്, അമ്മയും, ഞങ്ങൾ 4 പേരും കൂടി ഉറങ്ങാൻ കിടക്കുമ്പോ അച്ഛൻ ലൈറ്റ് ഇട്ട് നിന്നിട്ട് ഭക്ഷണം കഴിഞ്ഞിരുന്ന് ഞങ്ങള് കിടക്കുമ്പോ അച്ഛൻ വായിച്ചു തരുമായിരുന്നു ഓരോ കഥകള്. ഇന്നും എന്റെ മനസ്സിൽ ഈ ചില ആ കഥാപാത്രങ്ങളുണ്ട്. നരേൻ, ഘോഷാൽ ബാബു. ഒരു ഗ്രാമത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവര് എടുത്തേക്കണ ചുമതലകള്, അവരൊന്നിച്ച് എടുക്കുന്ന ഡിസിഷൻ, അച്ഛന്റെ ആ ശബ്ദങ്ങൾ വരെ ഇന്ന് എന്റെ മനസ്സിൽ അച്ഛൻ ഓർക്കുമ്പോ ഒക്കെ ആ വരികളാണ്. ആ നരേൻ, ഘോഷാൽ ബാബു എന്നൊക്കെ പറഞ്ഞ് അവർ വിളിക്കുമ്പോ ഒരു പാടത്തിന്റെ ശേഖരത്തിലിരുന്ന ആ ഗ്രാമത്തിൽ കള്ളന്മാര് വരാണ്ടൊക്കെ സംരക്ഷിക്കുന്ന ഒരു തലമുറ, ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ. അപ്പൊ ഇതെല്ലാം നമ്മള് ഒന്നിച്ച് കളിയുടെ കൂട്ടത്തിലും ഒന്നിച്ച് പ്രാർത്ഥനയുടെ കൂട്ടത്തിലാണെങ്കിലും ഒന്നിച്ച്
ഭക്ഷണം കഴിക്കുന്നത് കഴിഞ്ഞ് ഒന്നിച്ച് കിടക്കുകയും. അപ്പൊ ഇനി നമ്മളുടെ പ്രയർ നമുക്ക് ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു? ഗോഡ് ഗ്രാൻഡ് മീ ദ സെറിനിറ്റി ടു അക്സെപ്റ്റ് ഓൾ ദ തിങ്സ് ഐ കനോട്ട് ചേഞ്ച്. എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ എനിക്ക് എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. ഇനിയോ? ആൻഡ് ദ കറേജ് ടു ചേഞ്ച് ഓൾ ദ തിങ്സ് വിച്ച് ഐ ക്യാൻ. എനിക്കൊരു സ്വഭാവ ദോഷമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്റെ കമ്മ്യൂണിക്കേഷൻ ശൈലി, ഞാനത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് മാറ്റണം, അതിനുള്ള ധൈര്യം ഉണ്ടാവണം, നമ്മള് ആ കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ട്. ഇപ്പം പ്രചോദനയുടെ അടുത്ത കോഴ്സിന് ആ ലയൺ ഇതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു, അടുത്ത ഇത് വരുന്നു. ഇതെല്ലാം നമ്മളിൽ ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങൾ ഉണ്ടല്ലോ, ആ പരിവർത്തനങ്ങൾക്ക് വിധേയമാകാനുള്ള ധൈര്യം ഉണ്ടാവുക, ഡിസിഷൻ എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവുക. ഇനിയോ ലാസ്റ്റ് പാർട്ട് പറയണത് എന്താണെന്നറിയോ? ആൻഡ് ദ വിസ്ഡം ടു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ഇവ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു വിവേകവും തരണമേ എന്റെ ദൈവമേ എന്നാണ്. അപ്പോ അത് ഒറ്റ വാക്കി പറഞ്ഞാൽ, ഗോഡ് ഗ്രാൻഡ് മീ ദ സെറിനിറ്റി ടു അക്സെപ്റ്റ് ഓൾ ദ തിങ്സ് വിച്ച് ഐ കനോട്ട് ചേഞ്ച് ആൻഡ് ദ കറേജ് ടു ചേഞ്ച് ഓൾ ദ തിങ്സ് ഐ ക്യാൻ ആൻഡ് ദ വിസ്ഡം ടു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ഇവ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവേകവും. ഇനി നമ്മളുടെ ഒരു കാര്യവും കൂടി ഞാൻ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞത്, നമ്മളുടെ എന്തായിരുന്നു? ഒന്നിച്ചുള്ള വ്യായാമമാണ്. വീട്ടില് രാവിലെ, അപ്പൊ വ്യായാമം രാവിലെയാണ് ചെയ്യുക നല്ലത്. അതിനു മുമ്പ് എന്റെ റിസർച്ച് സ്ലീപ്പിലായിരുന്നു. ആ സ്ലീപ്പിന്റെ ടൈമും കൂടി നമുക്ക് ഒന്നിച്ചാക്കാം. മൊബൈൽ നമ്മളെപ്പോഴും ലേണിംഗ് തിയറി പഠിക്കുമ്പോൾ പഠിപ്പിച്ചേക്കണത് പഠിക്കണതും ഒക്കെ എല്ലാവരും നമ്മൾ ഈ പറഞ്ഞ വ്യവസ്ഥീകരണവും കണ്ടീഷനിങ്ങും എല്ലാ ഇത് ചെന്നെത്തി നിൽക്കുന്നത് ഒബ്സർവേഷൻ ലേണിങ്ങിലാണ്. നമ്മൾ കാണിക്കുന്ന കണ്ടിട്ടാണ് കുട്ടികൾ കാണിക്കുക. നമ്മൾ പറയണത് കേട്ടിട്ടല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു ആ ചെയ്യത്തിലാണ്, ഒബ്സർവേഷൻ ആണ് അവരും അതിലേക്ക് പോകുന്നത്. നമ്മൾ ഇത്രയും നേരത്തെ ഞാൻ കൗൺസിലിംഗ് ഇത് പറഞ്ഞില്ലേ, ഒരു കുട്ടിക്ക് ഉണ്ടായ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അമ്മയെ ആ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അതുണ്ടാക്കിയ ബാല്യത്തിലൂടെ കടന്നു വന്ന ഒരു അച്ഛന് എന്താ ചെയ്യാൻ കഴിയുക? അച്ഛൻ ചെയ്യണത് നോർമലാണ് എന്നെ സംബന്ധിച്ചിട്ട്. അച്ഛൻ 1.5 കൊല്ലം എടുത്തു അച്ഛൻ എൻ്റെ അടുത്ത് എത്താനായിട്ട്. കാരണം അത്ര എളുപ്പമായിരുന്നില്ല. കാരണം അവരുടെ ആ അമ്മയും ആ കുഞ്ഞും പുറത്തേക്ക് പോലും വിടാണ്ടാണ് അവരെ കാണാണ്ടായിരുന്നു അവരെന്നെ ആദ്യമായിട്ട് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ പയ്യെ എടുക്കണം. അപ്പൊ ഈ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മള് ഈ ഉറക്കത്തിനെ കൂടി നമുക്കൊന്ന് നോക്കിയെടുത്താല് ഏറ്റവും ഒരു നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ബോഡിയുടെ ഇത് വെച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കേണ്ടത് 10 മണിക്കാണ്. രാത്രി 10 മണിക്ക് 10 മണിക്ക് ഉറങ്ങാൻ കിടക്കുകയും രാവിലെ 5:30 എഴുന്നേൽക്കുകയും ചെയ്യാം. 10 മണിക്ക് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് 2 മണിക്കൂർ മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ ഈ ബ്ലൂ റേസിൽ നിന്ന് ഒഴിവാകണം, സ്ക്രീൻ കട്ട് ചെയ്യണം. എന്റെ PhD റിസർച്ചും സ്ലീപ്പിലാണ്. സ്ലീപ്പും മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഇന്റലിജൻസ്, കുട്ടികളുടെ അഡോളസൻസ് തന്നെയാണ് എന്റെ വിഷയം. കുട്ടികളായിട്ട് ഏകദേശം 10,000-ഓളം സെഷൻ എടുത്തിട്ട് ഞാൻ സ്കൂളുകളിൽ, ഞാൻ പറഞ്ഞല്ലോ ഇന്നും കഴിഞ്ഞു വന്നുള്ളൂ. കുട്ടികളും അതുപോലെ പലപ്പോഴും അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ കുടുംബാന്തരീക്ഷം കേൾക്കുമ്പോൾ ഈ ഡിസിഷൻ എടുക്കാൻ ധൈര്യമില്ലായ്മയിലൂടെ നമ്മുടെ കുടുംബം പോകുമ്പോൾ, അഡിക്ഷനിലൂടെ ഒക്കെ വരുമ്പോൾ എന്തെടുത്ത് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കലല്ല, ഡയഗ്നോസ് ചെയ്തെന്നും പറഞ്ഞ് ഒരു അസുഖം മാറില്ല. യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. നമുക്ക് ആക്ഷൻ എടുക്കണം. അറിയാവുന്നവരോട് ചോദിക്കണം, കൗൺസിലിങ്ങിന് പോകണം, ഹീലിങ്ങിന്. നമ്മൾ ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മയൊക്കെ മാറിയിട്ട് നമുക്കൊരു സപ്പോർട്ട് വേണമെങ്കിൽ എടുക്കണം. കോവിഡ് സപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് ഇന്ന പ്രശ്നമുണ്ട്. നമുക്ക് ഇപ്പൊ എത്രയോ സ്ഥാപനങ്ങൾ, കൗൺസിലിംഗ് സെന്ററുകളും എല്ലാം നമുക്ക് ഒരുപാടുണ്ട് അല്ലേ. ഇപ്പൊ ഈ കോവിഡ് വന്നിട്ട് ഒരുപാട് അവയർനെസ് ക്ലാസ്സുകൾ എല്ലാം കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഒരു ക്രമം പറഞ്ഞാല് സ്ലീപ്പിന്റെയും കൂടി കാര്യം പറഞ്ഞു, ഒന്നിച്ച് ഉറങ്ങുക എന്നുള്ളത്. അപ്പം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് കളിക്കുക, ഒന്നിച്ച് പ്രയർ ചെയ്യുക, ഒന്നിച്ച് കിടക്കാൻ നേരത്ത് കഥകൾ പറഞ്ഞു കിടക്കുക. കിടക്കേണ്ട സമയത്ത് എപ്പോഴാണ്? 10 മണിക്ക് കിടക്കാൻ ശ്രമിക്കുക. 10 മണിക്ക് 2 മണിക്കൂർ മുമ്പ് പറ്റിയില്ലെങ്കിലും 1 മണിക്കൂറെങ്കിലും മുമ്പ്, ഒരു 9 മണിയോടുകൂടി നമ്മുടെ സ്ക്രീനെല്ലാം, ടിവിയും ഇതൊക്കെ ഉൾപ്പെടെ നമ്മൾ ഒതുക്കി നമ്മുടെ ബ്രെയിനിനെ അതിനുവേണ്ടി സജ്ജമാക്കുക. ഇതിന് കാരണം നമ്മുടെ ഈ അടുത്ത് കുസാറ്റിന്റെ ഡിമെൻഷ്യ ഫ്രണ്ട്ലി കൊച്ചി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിൽ ഞങ്ങൾ കുറെ പേര് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നിച്ച് അതിന് വേണ്ടിയിട്ട്. അതില് നമ്മളുടെ
ഡിമെൻഷ്യ എന്ന് പറഞ്ഞ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രായമാകുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന അസുഖം, അതിന്റെ ഓൺസെറ്റ്, അതിന്റെ പ്രാരംഭം ഇന്ന് ചെറുപ്രായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം അതിലൊരു അസുഖത്തിന്റെ പേരാണ് ഡിമെൻഷ്യയുടെ ഒരു അംബ്രല ടൈമാണ് ഡിമെൻഷ്യ. അതിൽ തന്നെയാണ് അൾഷിമേഴ്സ്. നമ്മൾ ആ മോഹൻലാലിന്റെ ഒരു പടം ഉണ്ടല്ലോ, ഏതായിരുന്നു ആ പടം? തന്മാത്ര കണ്ടു. എങ്ങനെയാണ് അപ്പൊ നമ്മളുടെ ഈ മനസ്സിന്റെ ധൈര്യത്തിനും എല്ലാത്തിനും പുറകിലുള്ള, നമ്മളുടെ ചിന്തയ്ക്ക് എല്ലാത്തിനും പുറകിലുള്ള ബ്രെയിനിന്റെ ഏറ്റവും ഒപ്റ്റിമൽ ലെവലിൽ പെർഫോം ചെയ്യണമെങ്കിൽ നല്ല ഉറക്കം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മള് ഈ പറഞ്ഞ എല്ലാം ചെയ്തും എല്ലാം നമ്മുടെ കുട്ടികളെ വളർത്താനും എല്ലാം നമ്മൾ ചെയ്ത് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ കേട്ടോ. ഒറ്റ കേസും കൂടി കുട്ടികളുടെ കേസിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ വന്നൊരു കേസ്, ഒരുപാട് സ്വത്തുണ്ടാക്കി അമ്മ വിദേശത്തോട്ട് പോയി, മക്കളെ വിട്ടിട്ട് വിദേശത്തോട്ട് വിട്ട കൗൺസിലിങ്ങിന് വന്ന അഡിക്ഷൻ കേസ് വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. വന്ന് 2 ആമക്കള്, ഒരുപാട് സ്വത്ത്, ബാംഗ്ലൂർ 3-4 വീടുകളുണ്ട്. പക്ഷെ ഇന്ന് അമ്മക്ക് സ്വസ്ഥതയില്ല. ഈ അമ്മ പോയതോടുകൂടി കുഞ്ഞിലെ അമ്മ വിട്ടിട്ട് മാറി നിന്ന ആ കൊച്ച് വളർന്നു വന്നപ്പോ എന്തായി? ഈ പറഞ്ഞ വീട്ടിൽ നിന്ന് ഒപ്പം ആരുമില്ലാണ്ട് അവനെ കെയർ ചെയ്യാനായിട്ട് വേറെ പുറത്തുനിന്ന് ആൾക്കാരായി. നമ്മൾ കെയർ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ സംബഡി വിൽ ടേക്ക് കെയർ ഓഫ് ദം. അവിടെയാണ് സംഭവിക്കുന്നത്. ഇനിയും CCL എന്ന് പറഞ്ഞ ചിൽഡ്രൻസ് ഇൻ കോൺഫ്ലിക്റ്റ് ലോ വിത്ത് ലോ, ഈ കുട്ടികളെ എടുത്ത് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ കുട്ടികൾ ഇങ്ങനെ എന്തുകൊണ്ട് ഒരു ക്രൈമിലേക്ക് എത്തുന്നു എന്നുള്ളതിന് അവിടെ 2 കാരണങ്ങൾ കാണാം. ഒരു കാരണം വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പഠന പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളെ ടീച്ചേഴ്സും വീട്ടിലും കണ്ടിന്യൂസ്ലി അവഹേളിക്കപ്പെട്ട് ഈ അടുത്ത് എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് വന്നൊരു കുട്ടിയുടെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നത് ഫ്രീ ഫയർ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അച്ഛന് ഇരുമ്പൊടിക്ക് അടിച്ച ഒരു കൊച്ചിനെ കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ. ഈ കുട്ടീനെ കൊണ്ടുവന്നപ്പം ഞാൻ ഈ കുട്ടീനെ നമ്മള് പലതും ചെയ്യിക്കുന്ന കൂട്ടത്തില് ഒരു ബുക്കും പേനയൊക്കെ കൊടുത്തിട്ട് ആളോട് കുറച്ച് ആളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞപ്പം അഡ്രസ്സ് എഴുതാൻ അറിയില്ല, ഫുട്ബോളിന് എഴുതാൻ അറിയില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കത്തില്ല. ഞാനിത് വന്നപ്പോ ഈ കൊച്ച് എങ്ങനെ ഈ ആന്റി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ സ്വഭാവ പ്രശ്നത്തിലോട്ട് എത്തി എങ്ങനെയാണെന്നറിയാവോ? ഒരു കൊച്ചിന് ഈ പറഞ്ഞ ഒരു സപ്പോർട്ട് വേണ്ട സമയത്ത് ചെറുപ്പത്തിലെ തിരിച്ചറിയാണ്ട് പോയി കണ്ടിന്യൂസ്ലി ടീച്ചേഴ്സിന്റെയും വീട്ടിലെയും അപമാനിക്കപ്പെട്ട വളർന്നു വന്ന ആ കൊച്ച് ഇന്ന് റിബലാണ്. അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോ അവൻ വയലന്റ് ആവും, കിടന്ന് അമ്മയുടെ ശബ്ദം. പിന്നെ അടുത്ത ഒരു പ്രോബ്ലം കണ്ടെത്തിയാണ് കമ്പയർ ചെയ്യല്. കുട്ടികളെ സിബ്ലിങ്ങിനെ കമ്പയർ ചെയ്യല്. ഒരു മൂത്ത കുട്ടി അല്ലെങ്കിൽ ഇളയ കുട്ടി സ്മാർട്ട് ആവുമ്പോ ആ കുട്ടിയെ കമ്പയർ ചെയ്യുക. ആ കുട്ടിയെ നമ്മൾ ഓരോ കുട്ടിയുടെയും അവന്റെ ബെസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുക. നമ്മൾ ആ ബെസ്റ്റിനെ പുള്ളിയുടെ ആ കൊച്ചു ചെയ്ത ഒരു ബെസ്റ്റിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക. അപ്പോ ഈ കമ്പാരിസനും കൂടി ഒന്ന് നിർത്തി അതേപോലെ നമ്മളുടെ കുട്ടികളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരിലേക്ക് നയിക്കാൻ, അവരിലൂടെ നോക്കി കാണാനായിട്ട് നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെ പോണം. ഇങ്ങനെ ഈ ക്ലാസ്സുകൾ എല്ലാം തരുന്നത് എല്ലാം നമ്മളുടെ രണ്ടാമത്തെ ഉത്തരവാദിത്തമായ നമ്മുടെ റിലേ പിടിക്കാനുള്ള തലമുറയെ ഒരുക്കാനായിട്ട്, ഈ കുഞ്ഞുങ്ങളെ റെഡിയാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനു മുമ്പാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു ഹീലിങ്ങിന് നമ്മളുടെ അവസ്ഥ എന്താണ്, വാട്ട് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി, നമ്മളൊരു സ്വയം വിമർശനത്തിന് നമ്മൾ നോക്കുക. അതില് ഒരു എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്പൗസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എൻ്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം എന്താണ്, എനിക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണം, അഡിക്ഷൻ ഇതുണ്ടോ, അപ്പോ അതിനൊക്കെ എടുക്കാനുള്ള ധൈര്യം. ഈ അഡിക്ഷൻ കേസിലൊക്കെ 1.5 കൊല്ലമൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അവരെ കൊണ്ട് ഡിസിഷൻ എടുക്കാൻ. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഒരു ഡി അഡിക്ഷൻ സെന്ററിലോട്ട് ഒരു ആളെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഒരു ഭാര്യ ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുക. ആ ഭാര്യക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ആ ഭർത്താവിന്റെ ആൾക്കാരെ കൺവിൻസ് ചെയ്യിക്കണം, അമ്മേനെ കൺവിൻസ് ചെയ്യിക്കണം, അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതിനുള്ള ഡിസിഷൻ ഇപ്പൊ ഒരുപാട് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ഈ ആള് വരുമ്പം എങ്ങനെ പെരുമാറണം, എന്തായിരിക്കും അന്തരീക്ഷം, ഈ ആളിൽ നിന്ന് നോർമൽ ആയിട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഇങ്ങനെ ഇപ്പൊ നോക്കണം കേട്ടോ, നമ്മളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷമാണ് ഇതെല്ലാം. നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പം മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തില് കോമൺ സെൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ
പെർ ഡേ 419 പേര് സൂയിസൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. 23 കേരളീയര് സൂയിസൈഡ് ചെയ്യുന്ന രാജ്യമാണ്. ഈ രാജ്യത്തില് എങ്ങനെ ഈ വൾണറബിൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയതിന് കാര്യം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് തന്നെയാണ്. നമ്മൾ സ്വയം മനസ്സിലാക്കുക, നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആ മാറ്റം അത് കുട്ടികളിലേക്കും നമ്മളുടെ എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കൂ. അപ്പൊ എനിക്ക് അനുവദിച്ചപ്പെട്ട സമയം തീർന്നത് കൊണ്ട് നമ്മളുടെ ഒരു പ്രയറും കൂടി എനിക്ക് ഈ വിഷയത്തിൽ പ്രയർ ഉൾപ്പെട്ടത് കൊണ്ടും ആ പ്രയർ എന്നെ ഒരുപാട് സ്വാധീനിച്ചത് കൊണ്ടും നിങ്ങളെല്ലാവരും ആ പ്രയറും കൂടി നമ്മുടെ ക്ലാസിന്റെ ഭാഗമായിട്ട് ആ പ്രയറും കൂടി നമുക്ക് ചേർത്തിട്ട് ഞാൻ ഈ ക്ലാസ് നിർത്തുകയാണ്. പിന്നെ എനിക്ക് ഇതിന് ഒരുപാട് നന്ദി എൻ്റെ വൈഫിനോട് പറയാനുണ്ട്. കാരണം പലപ്പോഴും എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. വിഷയമല്ല, ദ വേ വി കമ്മ്യൂണിക്കേറ്റ് ആണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അവരെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ്. എനിക്ക് അതൊരു നോർമൽ രീതിയിൽ എനിക്ക് എന്തും അവതരിപ്പിക്കാനുള്ള, ഇന്നും ഈ സെഷന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങള് ലൈറ്റിംഗ് ഇവിടെ ഇരുന്നാലായിരിക്കും നന്നാവുക. എപ്പോഴോ തുടങ്ങി എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ മക്കൾ രണ്ടുപേരും എല്ലാവരും ഞങ്ങൾ ഈ പറഞ്ഞ ഒന്നിച്ചൊരു ടാസ്കിന് ടുഗദർ എന്നുള്ളതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കും എല്ലാവർക്കും നമുക്കൊരു മാറ്റം ഉണ്ടാകട്ടെ, നമ്മളുടെ കുടുംബം ഏറ്റവും സ്നേഹകരമായി തീരട്ടെ നമ്മുടെ എല്ലാവരുടെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയിലേക്ക് ഇരിക്കുക. എല്ലാവരും ഒന്ന് കംഫർട്ടായിട്ടിരിക്കുക. എല്ലാവരും ആ ഉള്ളിലുള്ള ഒരു ശക്തിയെ നമ്മുടെ ഉള്ളില് നമ്മുടെ ബ്രെയിനിനെ ഉത്തേജിപ്പിച്ച് നമ്മളുടെ എല്ലാ കംഫർട്ട്നെസ്സും നമ്മുടെ ശാന്തിയും സമാധാനവും ഒക്കെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ കണ്ണടച്ച് എല്ലാവരും ആ ഒരു റിസീവിങ് മോഡിലിരിക്കുക. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാപ്തിക്ക് ഒരാവിവൻ തോണി നിൻ പദം, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനം ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും, വേറെല്ലോതുമൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ, ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ, ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. നന്നായിട്ട് പാടുണ്ടെന്ന്. അതൊരു പ്രയർ ആയിരുന്നു. പ്രയർ ആയിരുന്നു. നോക്കി പാടിയതാണോ കാണാതെ പാടിയതാണോ? അല്ല അല്ല, കാണാതെ പാടിയതല്ലേ? ദൈവദശകം അല്ലേ? ദൈവദശകം. ഇത് നമ്മളുടെ ആലുവ അദ്വൈതാശ്രമത്തില് വെച്ചിട്ട് സംസ്കൃതം പഠിക്കാൻ എത്തിയ വിവിധ മതസ്ഥരായ കുട്ടികൾക്ക് ചൊല്ലുവാൻ വേണ്ടി എഴുതിയ ഒരു സർവമത പ്രാർത്ഥനയാണത്.
നല്ല പ്രാർത്ഥന. താങ്ക് യു സോ താങ്ക് മച്ച് യു സഗീർ. ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു സെഷൻ ഇങ്ങനെ തന്നെ നമ്മളിലേക്ക് ഒന്ന് ചിന്തിക്കാനും നമ്മളിൽ എന്താണ് നടക്കണേന്നും ഇതെല്ലാം നമ്മളിലേക്ക് നയിക്കാനും എൻ്റെ ചെറിയ അന്വേഷണങ്ങളും എല്ലാമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നമുക്ക് ആ 2 അന്വേഷണങ്ങൾ നിങ്ങളെയും കൂടി ചേർത്തിട്ട് നിങ്ങളും നമ്മൾ വന്ന ഒരു പൂവായി ഒരുപാട് സുഗന്ധം വരുത്തി അല്ലെങ്കിൽ ഒരു വിത്താണെങ്കിൽ ഒരു വലിയ മരമായി മാറി ഒരുപാട് ഇനിയും നമ്മൾ ഖലീൽ ജിബ്രാന്റെ വരികൾ പോലെ പറയുവാണെങ്കിൽ ഇനിയും നമ്മൾക്കുള്ളിൽ പിറക്കാനിരിക്കുന്ന ശിഖരങ്ങളും ആ ശിഖരങ്ങളെ വീശുവാൻ 4 ദിക്കിൽ നിന്നുമുള്ള ഗായക സംഘങ്ങളുമുണ്ട്. നിങ്ങൾ ഉണരുക, പ്രവർത്തിക്കുക. താങ്ക് യു. താങ്ക് യു. ഇത് തന്നെയാണ് പ്രചോദനയുടെ ലക്ഷ്യവും. ഓവർ ടു ഉഷ ഫോർ ഓട്ടോ താങ്ക്സ്. നമ്മളെ കണക്കുകളിലൂടെ പഠിപ്പിച്ചു അല്ലെ, സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ വിചാരിച്ചു ദൈവമേ ഇത് കാൽക്കുലേറ്റർ എടുത്തു വെച്ചിരിക്കേണ്ട ക്ലാസ് ആണോ എന്ന് നമ്മളെ സംശയിപ്പിച്ചു. പക്ഷെ ആ കണക്കുകള് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളായിരുന്നു. അതിന് എന്താണ് അതിന്റെ പിന്നിൽ നിൽക്കുന്നത്, ഈ പാരന്റിങ് എന്തിനാണ് ഇത്രയധികം ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മളെ ആ കണക്കുകൾ പഠിപ്പിച്ചത്. എന്നിട്ട് ആലിസ് മാഡം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളുടെ കുട്ടികൾ നമ്മൾ പറഞ്ഞത് അനുസരിക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളെ കണ്ടു പഠിച്ചോളും. അത് തന്നെയാണ് നമ്മൾ ഓരോ സെഷനിലൂടെയും കടന്നു പോകുന്നത്. ഇപ്പൊ സഗീർ എക്സ്പ്ലെയിൻ ചെയ്തതും അത് തന്നെയാണ്. അതിന് ആ ഒരു ഫാമിലിയുടെ ഒരു സുരക്ഷിതത്വം, അതിൽ നിന്ന് നമ്മുടെ ആത്മവിശ്വാസമുള്ള കുട്ടികളും ധൈര്യമുള്ള കുട്ടികളും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ പ്ലേയിങ് ആൻഡ് ഈറ്റിംഗ് ടുഗെദർ, അത് നമ്മൾക്ക് ആ ഒരു നമ്മൾ അനുഭവിച്ചറിയൂലേ. നമ്മൾ പറയും എന്താ, നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം, നമ്മൾ ഓഡിയോ കേൾക്കുമ്പോൾ കിട്ടുന്ന അനുഭവം, നമ്മൾ വീഡിയോ കാണുമ്പോഴുള്ള അനുഭവം, നമ്മൾ സ്വയം, ഞാൻ ഈ തൊപ്പി വീണ്ടും വെച്ചോണ്ടിരിക്കുവായിരുന്നു, നമ്മൾ തനിയെ ഉണ്ടാക്കിയപ്പോ ഉള്ള ഒരു സന്തോഷം അല്ലേ. ഈ ബാക്കിയുള്ളവരുണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സ് കഴിയുമ്പോൾ എല്ലാവരും ഇത് വെച്ച് നമുക്കൊരു ഫോട്ടോ എടുക്കായിരുന്നു, ചെയ്തവരുണ്ട് എന്നാണെങ്കിൽ. ഇപ്പൊ നമ്മൾ സമയം കുറച്ച് നമ്മൾ ഇത് ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടായതുകൊണ്ടാണ് ഇച്ചിരി നീണ്ടുപോയത്. അപ്പോ പ്രചോദനയുടെ പേരിലും ആലിസ് മാമിന്റെ പേരിലും എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ഒരുപാടധികം നന്ദി അറിയിക്കുന്നു. ഇത് ഓരോരുത്തർക്കും, ഇത് കേട്ട ഓരോരുത്തർക്കും, ഇതിന്റെ റെക്കോർഡിംഗ് കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരു മാറ്റം അവരവരിൽ വരുത്തി നമ്മുടെ കുട്ടികൾക്ക് നല്ല ഒരു മോഡൽ ആവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനയുടെ പേരിൽ, ആലിസ് മാമിന്റെ പേരിൽ, എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിൽ നന്ദി പറയുന്നു. അപ്പൊ എല്ലാവർക്കും വളരെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഉഷ, ആലിസ് മാം, എല്ലാവർക്കും വളരെ നന്ദി. ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് അറ്റൻഡ് ചെയ്യണത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, താങ്ക് യു. നന്നായി. സിന്ധ്യയാണ് പറഞ്ഞില്ലേ? ഓക്കെ, താങ്ക് യു. തൊപ്പിയുണ്ടോ ആരെങ്കിലും കയ്യില്? തൊപ്പിയില്ല, പേപ്പർ തൊപ്പി എടുത്തിട്ട് കിട്ടിയില്ല. താങ്ക് യു. നവാസ് ആണല്ലേ? ഓ, നവാസിനെ കണ്ടിട്ട് കൊറേ കാലായി. നമുക്കൊരു ഫോട്ടോസ് ഇത് ചെയ്തിടാൻ പറയാം ഗ്രൂപ്പിൽ. എന്തായാലും എല്ലാവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ നല്ലൊരു ട്രിക്ക് ആണല്ലോ, ഈ കുറെ ക്രാഫ്റ്റ്സ് ഉണ്ടല്ലോ. ഞാനിപ്പോ ഈ ഇതില് ഇൻസ്റ്റാഗ്രാമിൽ കുറെ ക്രാഫ്റ്റ്സ് സേവ് ചെയ്തിട്ടുണ്ട് കുട്ടികളെ കയ്യിലാക്കാൻ വേണ്ടിട്ട്. കുട്ടികൾക്ക് ഭയങ്കര നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും, അവർക്ക് നമ്മളോട് ഭയങ്കര അടുപ്പായിരിക്കും. ഇത്തരം ഈ പേപ്പർ കൊണ്ടുള്ള ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാൻ ഉണ്ടാക്കുക. അതെ, നമ്മള് വണ്ടർലാൻഡ് നടത്തിയപ്പോ കാറ്റാടി ഉണ്ടാക്കാൻ ആദ്യം പഠിപ്പിച്ച ഈ വീട്ടില് പ്രായം ചെയ്ത പിന്നെ എല്ലാവരും ഇട്ട് ഇങ്ങനെ കറക്കി നടക്കുമായിരുന്നു. അതിങ്ങനെ കറങ്ങണ കാണുമ്പോ ഒരു സന്തോഷം. അതാണ് കുട്ടികളെ കയ്യിലാക്കാൻ പറ്റിയ നല്ല പണിയാണ്.